أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأفضل الصلاة وأتم التسليم على سيدنا ونبينا محمد وآله وصحبه وسلم تسليما كثيرا بقدر عظمة ذاتك في كل وقت وحين. وبعد قال رضي الله عنه آداب الخروج إلى المسجد. അപ്പോൾ നമ്മൾ മുത്തർസിൽ പറഞ്ഞ തയമ്മുമിൻ്റെ അദബുകൾ. അപ്പോൾ അദാബുൽ ഖുറൂജി ഇലൽ മസ്ജിദി. അപ്പോൾ ഒരാൾ വുളു ഒക്കെ എടുത്ത്, വുളു എടുക്കാൻ പറ്റിയില്ല, തയമ്മും ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈദാ ഫറഗ്ത മിൻ തഹാറത്തിക, ശുദ്ധി ആയിക്കഴിഞ്ഞാൽ, അതായത് ഇവിടെ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ തന്നെ കണ്ടിട്ടുണ്ടാവും എന്ത്, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നത് ആരോടാ? തീരെ അമൽ ചെയ്യാത്ത ആളോട് പറയാണ്. അതായത് അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ചെയ്യുക. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് രാത്രി സുബഹിൻ്റെ ബാങ്ക് കൊടുക്കണതിന് കുറച്ച് മുമ്പെങ്കിലും എണിക്കണം എന്ന് പറഞ്ഞത്. ഇല്ലെങ്കിൽ ഓരെന്താ പറയുന്നത്, നേരത്തെ എണിക്കണം, വിത്തർ നിസ്കരിക്കണം. അല്ല, ഇവിടെ ഒരു മിനിമം ക്വാളിറ്റി, ഒരു മനുഷ്യന് നന്നാവാൻ ഉദ്ദേശിച്ചാൽ അയാൾ പാലിക്കേണ്ട മിനിമം ക്വാളിറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ ആളോട് കുറച്ചകത്ത് പോയി കഴിഞ്ഞാൽ രാത്രി കിടക്കുമ്പോൾ വിത്തർ നിസ്കരിക്കാതെ കിടക്കരുതെന്ന് അറിയും. കാരണം മിനിമം ക്വാളിറ്റി അതാണ്. ഒരു മുഅ്മിൻ തുടക്കത്തിൽ അയാൾ എന്ത് ചെയ്യും, സുബഹിൻ്റെ മുമ്പ് എണിക്കില്ല എന്നൊന്നും ഉറപ്പില്ല. അല്ലെങ്കിൽ എണിക്കും, എന്നാലോ മടി വരും, വിത്തറൊന്നും പതിവാവണില്ല ഉറക്കം കൊണ്ട്. അപ്പോൾ ആളോട് മിനിമം ക്വാളിറ്റി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന മിനിമം ക്വാളിറ്റിയാണ് ഇതിൽ പറയുന്നത്. ഫഇദാ ഫറഗ്ത മിൻ തഹാറതിക, താൻ ശുദ്ധിയായില്ലോ, മൂത്രമൊഴിച്ച് കാര്യങ്ങൾ സാധിച്ച് വുളു എടുത്ത് വുളുവിൽ തയമ്മും ചെയ്തു. ഫസല്ലി ഫീ ബൈതിക റകഅതൈൽ ഫജ്രി, അതായത് ഇയാളിപ്പോൾ എണിച്ചത് ബാങ്ക് കൊടുക്കാൻ അടുപ്പിച്ച് എണിച്ച് ബാത്റൂം പോയിട്ട് എന്ത് ചെയ്യാണ്, വുളു എടുത്ത് വരുമ്പോൾ ബാങ്ക് കൊടുത്ത് എന്നുള്ള തഖ്ദീറിലാണ്. ശരിക്കും കുറച്ചങ്ങോട്ട് പോയാൽ പറയും ശ്രമിക്കണം, എന്താ പറയുന്നത്, ശ്രമിക്കണം ബാങ്ക് കൊടുക്കണതിൻ്റെ മുമ്പ് പള്ളിയിലെത്താൻ. എന്ത് ചെയ്യണം? ശ്രമിക്കണം ബാങ്ക് കൊടുക്കണതിൻ്റെ മുമ്പ് പള്ളിയിലെത്താൻ. ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിൽ ഉണ്ടാവാൻ ശ്രമിക്കണം. മനസ്സിലായ? അങ്ങനെയാണ് പറയുന്നത്. അതേ സമയത്ത് ഇവിടെ അങ്ങനെ പറഞ്ഞ എന്തുകൊണ്ടാണ്? ആൾ പൊതുവെ സുബഹി നിസ്കരിക്കുക, അത് നിർബന്ധമാണ്, അതിലൊരാൾക്കും വിട്ടുവീഴ്ചല്ല. അപ്പോൾ എന്ത് പറഞ്ഞ്, സുബഹി ബാങ്ക് കൊടുക്കണ സമയത്ത് ആ ഒരു കുറച്ച് നേരം മുമ്പ് അങ്ങനെ എണിക്കുക, ബാത്റൂം പോകാൻ ഉള്ളെടുത്ത് വരാം, അപ്പോഴത്തേനും സുബഹി ബാങ്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ള തഖ്ദീറിൽ അത്രയും മിനിമം ക്വാളിറ്റിയാണ് ഇത് പറയുന്നത്. അല്ലാണ്ട് ഒരു മുഅ്മിന് ശരിയായ പൂർണ്ണമായ ആളെന്നല്ല, സാധാരണ ഒരു മനുഷ്യൻ, നന്നാവാൻ ഉദ്ദേശിച്ച ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നത്. എന്നൊരു പറഞ്ഞ് ഫസല്ലി ഫീ ബൈതിക റകഅതൈൽ ഫജ്രി, വീട്ടിൽ വെച്ച് ഫജ്റിൻ്റെ 2 റക്അത്ത് നിസ്കരിക്കുക. ഇതെപ്പോൾ? അതായത് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അയാളിപ്പോൾ ഇപ്പോഴും വീട്ടിലാണെന്നുണ്ടെങ്കിൽ 2 റക്അത്ത് നിസ്കരിക്കുക. ഇവിടെ വിഷയം വരുന്നത് വുളു എടുത്ത് എല്ലാ അവസ്ഥയിലും 2 റക്അത്ത് ഉണ്ട്. വുളു എടുത്തു കഴിഞ്ഞാൽ വുളുവിൻ്റെ 2 റക്അത്ത് ഉണ്ട്, പള്ളി വരുന്നതിൻ്റെ മുമ്പ് 2 റക്അത്ത് ഉണ്ട് എന്തായാലും. ഹദീസിൽ വന്നിട്ടുണ്ട് ബഷീർ റഹിമഹുല്ലാഹിൻ്റെ അടുത്ത് പള്ളിക്ക് വരുന്നതിൻ്റെ മുമ്പ് 2 റക്അത്ത് വീട്ടിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിച്ച് കഴിഞ്ഞാൽ അതായത് തെറ്റുകളിൽ നിന്ന് അള്ളാഹു ഒഴിവാക്കും എന്നുള്ളത്. മഖ്റജസ്സു, അതായത് ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിന്നും അതുപോലെ തന്നെ പുറത്തുള്ള ഫിത്നത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കാവൽ തരും എന്ന്. ഒളുവിൻ്റെ സുന്നത്ത് എന്നല്ല, പള്ളിയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിന്ന്. അപ്പോൾ അത് ഒളു എടുത്ത സുന്നത്തായിരിക്കാം, ഇല്ലെങ്കിൽ ഒരു സുന്നത്തായിട്ട് തന്നെ നിസ്കരിക്കാം എന്ന്. ഖാൽ റകഅതൈൽ ഫജ്രി. അപ്പോൾ ഇത് ആരോട് പറയാണ്? ബാങ്ക് വിളിച്ചതിന് ശേഷവും വീട്ടിലുള്ള. ഇപ്പോൾ ഇൻ കാനൽ ഫജ്റു ഖദ് തലഅ, ഇനി സുബ്ഹി ആയെങ്കിൽ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ. وكذلك كان يفعل رسول الله صلى الله عليه وسلم, നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലം തങ്ങൾ ഇമാമും കൂടിയാണ്. അപ്പോൾ എന്ത് ചെയ്യും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റൂമിലാണ് എന്തായിരുന്നത്, പള്ളിയിലല്ല ഉണ്ടായിരുന്നത്.
റൂമിൽ എന്ത് ചെയ്യും, ബിലാൽ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയും നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്ക് കൊടുക്കാനായി, കൊടുത്ത് സമ്മതം ചോദിച്ചിട്ട് പോകും. ബാങ്ക് കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് സുന്നത്ത് നിസ്കരിക്കും. എന്ത് ചെയ്യും, എന്നിട്ട് അവിടുന്ന് നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ വരും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ. പക്ഷെ അത് എന്താണ് പറയുക, അത് വിചാരിച്ചിട്ട് എന്തല്ല, വീട്ടിൽ നിന്ന് നിസ്കരിച്ച് എന്താണ് സുബ്ഹി അഫ്ളൽ ഏതാ വരുന്നത്, ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളി ഉണ്ടാവുക എന്നാണ്. ഇമാമായതുകൊണ്ട് ഇമാം എന്താണ് അവസാന സമയം, ഹഖീഖത്തിൽ അവസാനം എന്താണ് ഇഖാമത്തിൻ്റെ സമയത്ത് ഹാജര, അതായത് ഇമാമ് പ്രവേശിക്കണ കാണുമ്പോൾ എന്ത് ചെയ്യലാണ്, ആൾക്കാർ റെഡിയാവലാണ് നിസ്കാരത്തിന്. അതാണ് അതിൻ്റെ അസ്ല്. സുമ്മ തവജ്ജഹ് ഇലൽ മസ്ജിദ്, ഇനി അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, പള്ളിയിലേക്ക് പോകുക. ഇവിടെ ഫജറിൻ്റെ 2 റക്അത്ത് സുന്നത്ത് എന്ന് പറഞ്ഞ്, ഫജറിൻ്റെ 2 റക്അത്ത് സുന്നത്ത് ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ, ദുനിയാവിലുള്ളതും ദുനിയാവും ദുനിയാവിയുള്ള എല്ലാതും കൂടി അതിൻ്റെ എല്ലാ ഖൈറുകളും എന്താണ് പറയുക, ഈ ഫജറിൻ്റെ 2 റക്അത്തിൽ ഇരിക്കേണ്ടത്. ഇപ്പോൾ 2 റക്അത്തിൽ എന്ത് ചെയ്യുക, ആദ്യത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതൽ സുന്നത്താണ്. സുബ്ഹിൻ്റെ സുന്നത്തിൽ വലാ തദഇ സ്വലാത ഫീ ജമാഅ, ജമാഅത്ത് നിസ്കാരം ഒഴിവാക്കരുത്. അതിങ്ങ് കുറഞ്ഞാലും 2 റക്അത്ത് 2 ആളുള്ളൂ എന്നുണ്ടെങ്കിലും, ഇനി ജമാഅത്ത് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ, ഒരാൾ ജമാഅത്ത് കിട്ടണില്ല, അപ്പോൾ പള്ളിയിൽ നിസ്കരിക്കുക, പിന്നീട് വീട്ടിൽ നിന്നുള്ള ജമാഅത്ത്, അങ്ങനെയാണ് അതിൻ്റെ ഓർഡർ വരുന്നത്. ആദ്യം പള്ളീൻ്റെ ജമാഅത്ത്, പിന്നെ പള്ളി, പിന്നെ വീട്ടിൻ്റെ ജമാഅത്ത്, പിന്നെ വീട്, അങ്ങനെയാണ് വരുന്നത്. ലാ സിയ്യമാ സ്വലാത്തി സുബ്ഹി, പ്രത്യേകിച്ചൊരു സുബ്ഹി നിസ്കാരം. അല്ലാഹു ഖുർആൻ പറഞ്ഞു ഇന്ന ഖുർആനൽ ഫജ്രി കാന മഷ്ഹൂദ, അതായത് നിസ്കാരം, ഫജ്ർ നിസ്കാരം എന്ത് ചെയ്യാണ്, സാക്ഷ്യപ്പെടുന്നത്, അതായത് മലക്കുകൾ അത് സാക്ഷി എഴുതി വെക്കും. മാത്രമല്ല അള്ളാഹുവിൻ്റെ കാവലുണ്ടാവും ആ ഒരു ദിവസം ജമാഅത്ത് നിസ്കരിച്ചവർക്ക്, ആ ദിവസം മൊത്തം കാവലുണ്ടാവും. قال فصلاة الجماعة تفضل صلاة الفذ ب27 درجة, 27 ദറജത്ത് ഉയരമാണ്. അതായത് ഒരാളൊറ്റക്ക് നിസ്കരിക്കണേലും 27 ദറജത്ത് ഉയർന്നിട്ടാണ് ആര് നിസ്കാരം, ജമാഅത്തിൻ്റെ നിസ്കാരം. 27 ദറജത്ത് എന്ന് പറയുമ്പോൾ ഇരട്ടി എന്നല്ല അതിനർത്ഥം, ദറജത്ത് എന്ന് പറഞ്ഞത്. അത് അള്ളാഹുവിന് അറിയാം എത്ര എന്താണ് പ്രതിഫലം. അത് വെറും ജമാഅത്ത് കിട്ടിയാൽ, അതായത് സലാം വീട്ടണതിൻ്റെ മുമ്പ് ഒരാൾ വന്നിട്ട് ഇമാമിൻ്റെ ഒപ്പം കൂടിയാൽ 27 കിട്ടി. അതുകൂടാതെ ഇമാമിൻ്റെ ഒപ്പം തക്ബീറത്തുൽ ഇഹ്റാം നിസ്കരിച്ച ആൾ, അതുപോലെ തന്നെ ഇമാമിനെ തുടർന്ന ആൾ, ആമീൻ എന്ന് പറഞ്ഞ കൂലി, അതൊക്കെ വേറെ, അതൊക്കെ പ്ലസ്, അതൊന്നും ഇതിൽ പെടില്ല. فإن كنت تتساهل في مثل هذا الربح, ഇതുപോലത്തെ പ്രാധാന്യമുള്ള ജമാഅത്തിൻ്റെ ഇത്രയും വലിയ പ്രതിഫലം അത് വേണ്ട, അല്ലെങ്കിൽ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അതിന് വലിയ വില വെക്കണില്ല എന്നുണ്ടെങ്കിൽ, ഫഅയ്യു ഫായിദത്തിൻ ലക ഫീ തലബിൽ ഇൽം, ആദ്യം പറഞ്ഞല്ലോ എന്താണ് ഈ ഇൽമു പഠിക്കുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ അറിവ് തേടുന്ന ആൾക്കാർ, ഇവർ അങ്ങനെ ദാഹിക്കുന്ന ആൾക്കാരോടാണല്ലോ ഇത് പറഞ്ഞത്. അതായത് അറിയണം, എൻ്റെ ദീൻ എന്താണെന്ന് അറിയണം, അങ്ങനത്തെ ആൾക്കാരോടാണല്ലോ ഇത് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ പഠിക്കാൻ വരുന്നത്, ഇതൊക്കെ പഠിച്ചു എന്നിട്ട് ഇതിന് വലിയ വില വെക്കൊന്നുമില്ല, പിന്നെന്തപ്പോൾ വലിയ ഉപകാരം, വില വെക്കണമല്ലോ. قال وإنما ثمرة العلم, ഇൽമിൻ്റെ ഫലം എന്താണ്, അതായത് നാഫിആയ ഇൽമിൻ്റെ ഫലം എന്താണ്, അൽ അമലു ബിഹി, സാലിഹായ അമൽ ചെയ്യുക. ഫഇദാ സഅയ്ത ഇലൽ മസ്ജിദ്, ഇനി പള്ളിക്ക് പോകാൻ ഉദ്ദേശിച്ചു, നടക്കുകയോ വണ്ടിയിൽ പോയോ, അഫ്ളൽ നടക്കലാണ്, പിന്നീട് വണ്ടിയിൽ പോലും. ഫംഷി, നടക്കുക, അലാ ഹീനത്തിൻ വതുഅദ, അതായത് എങ്ങനെ, സമാധാനത്തോടെ സാവധാനം നടക്കുക.
വലാ തഅജൽ, സ്പീഡാക്കരുത്. ഈ സ്പീഡാക്കരുത്, നടക്കരുത് എന്ന് പറഞ്ഞാൽ അത് പൊതുവെയുള്ള വാക്ക്, അങ്ങനെയല്ല അതിനർത്ഥം. അതായത് നിങ്ങൾ സാധാരണ രീതിക്ക് എല്ലാതും, അതായത് ബാങ്ക് കൊടുത്ത് ഇതൊക്കെ ആക്കി നിങ്ങളുടെ റൂമിൽ നിന്ന് വരെയാണ്, അവിടെ വേറൊന്നും ചെയ്തിട്ടില്ല, അപ്പോൾ നിങ്ങൾ സാവധാനം വന്നാൽ മതി ജമാഅത്ത്. പക്ഷേ അയാളവിടെ പുറത്തിരുന്നിട്ട് ഇങ്ങനെ കുറേ നേരം സംസാരിക്കുകയാണ്. ഇമാം ഇവിടെ ജമാഅത്ത് തുടങ്ങി, അയാൾക്ക് ആ സമാധാനം ഇല്ല. കാരണം എന്താ വെച്ചാൽ അയാൾ സമയം വേസ്റ്റ് ചെയ്തിട്ടാണ്. ഇത് സാധാരണ മനുഷ്യനോട് പറയുന്നത്. അതായത് സാവധാനം വരാമെന്നറിയുന്നത് ആർക്കാ? സാധാരണ സിറ്റുവേഷനിൽ. അതേസമയത്ത് അയാൾ അവിടെ കുറേ നേരം വണ്ടിയിലിരുന്ന് കളിക്കുകയാണ്, വണ്ടി പാർക്കിങ്ങിലാണ്, ഇഖാമത്ത് കൊടുത്ത്. അപ്പം അയാൾ സാവധാനം വരാമെന്നുള്ളതില്ല, അത് അയാൾക്ക് അത് ക്യാൻസലാവും. അത് നേരെ ഒരു കുറവും വരുത്താതെ സാധാരണ രീതിക്ക് ഒരാൾ പള്ളിക്ക് ഇറങ്ങിയാൽ അയാൾക്ക് വരുന്നതാണ് ഈ പറഞ്ഞ വിഷയം. പറഞ്ഞിരിക്കുക. അതേസമയത്ത് അയാൾ ചായയും കുടിച്ച് ഇങ്ങനെ വീട്ടിലിരുന്ന് ഇഖാമത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇറങ്ങാമെന്ന് അറിഞ്ഞിട്ട് ഇരുന്നാൽ അയാൾക്ക് ഈ സക്കീനത്തും തൂതത്തും ബാധകമല്ല, സുന്നത്ത് വരൂല. പറഞ്ഞിരിക്കുക. ഈ ഇഖാമത്ത് കൊടുക്കാൻ ഇയാള് ഭാഗത്ത് വീഴ്ചയൊന്നും വരുത്തിയിട്ടൊന്നുമില്ല. എന്നാലും ഈ സാവധാനം ഉണ്ടാവും. മനസ്സിലായോ? അതായത് നോർമൽ അവസ്ഥയിലേ ഉണ്ടാവുള്ളൂ. അയാൾ ഇപ്പോൾ ചായയും കുടിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് മൊബൈലിൽ ഇങ്ങനെ തോണ്ടയാണ്, അപ്പോഴേ ഇഖാമത്ത് കൊടുത്ത ഈ സാവധാനം അയാൾക്ക് ബാധകമല്ല. ഖാൽ വഖുൽ ഫീ തരീഖിക്. ഇവിടെ വേറൊരു വിഷയമുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള ദുആ ഇവിടെ ഉദ്ധരിച്ചിട്ടില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള ദുആ ചുരുക്കമായി പറയണ്ടെങ്കിൽ ബിസ്മില്ലാഹ് ആമൻതു ബില്ലാഹ് തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്താ? ബിസ്മില്ലാഹ് ആമൻതു ബില്ലാഹ് തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ. ബിസ്മില്ലാഹ്, അള്ളാഹുവിൻ്റെ നാമം കൊണ്ട്, തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിനെ വരവേൽപ്പിച്ചു, ആമൻതു ബില്ലാഹ്, അള്ളാഹുവിനെ വിശ്വസിച്ചു, വിശ്വാസം കൊണ്ട് തന്നെ, തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹുവേ, ഷർറീന്ന് തടസ്സം അള്ളാഹു മാത്രമാണ്. അതായത് റബ്ബാണ് ഇന്ന ഷർറീന്നൊക്കെ രക്ഷിക്കുന്ന റബ്ബ്. ഷർറിയിൽ പോയി വികുന്നതിന്ന് അള്ളാഹു ആണ് സംരക്ഷിക്കുന്നവൻ. വലാ ഖുവത, നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവൊന്നും എനിക്ക് സ്വമേധ ചെയ്യാനുള്ള കഴിവില്ല. അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. അള്ളാഹു തരണം, അപ്പോഴാണ് അത് കിട്ടുള്ളൂ. അപ്പോൾ ഒരാളത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അയാൾ പറയാണ്, റബ്ബേ എല്ലാ ഷർറിൽ നിന്ന് ഒഴിവാക്കണേ, എല്ലാ ഹൈറും അടുപ്പിച്ചേരണേ എന്ന് പറയുന്ന പോലെ ഉണ്ടായി. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചെന്ന മറ്റൊരു ദുആ ആണ് അല്ലാഹുമ്മ, ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൻ്റെ വിശാലമായ അർത്ഥമാണത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അദ്ലിമ ഔ ഉദ്ലമ ഔ അജ്ഹല ഔ യുജ്ഹല അലൈഹി. എന്താണത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അദ്ലിമ ഔ ഉദ്ലമ ഔ അജ്ഹല ഔ യുജ്ഹല അലൈഹി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല, അല്ലാഹുവേ ഞാൻ കാവലിനെ തേടുന്നു. എന്തിന് കാവലിനെ തേടുന്നു? ഞാനൊരു അദില്ല ഔ ഉദല്ല, അതായത് ഞാൻ ഒരാളെ പഴിപ്പിക്കുന്നതിന്ന്, അതായത് ശരിയായ വഴിയിൽ നിന്ന് തെറ്റിക്കുന്ന അവസ്ഥയിൽ എത്തിക്കല്ല റബ്ബെന്നെ. ഔ ഉദല്ല, മറ്റൊരാൾ ഇന്ന വഴി പഴിപ്പിക്കല്ല റബ്ബെ. അത് ദീനിലാവട്ടെ ദുനിയാവിലാവട്ടെ. ഒരാൾ ഇങ്ങനെ പോവാണ്, അയാൾ ഈ സ്ഥലം എവിടെ ചോദിച്ചാൽ മറ്റൊരാൾ പറഞ്ഞ് ഈ സ്ഥലം അങ്ങോട്ടാന്ന് ഇറങ്ങി, എന്നിട്ട് വഴി തെറ്റിച്ച്, അതും അതിന് കിടക്കും, ദുനിയാവും ആഖിറത്തും കിടക്കും. ഔ ഉദല്ല ഔ അസില്ല, കാല് വഴുത, അതായത് തെറ്റിക്കോ അല്ലെങ്കിൽ ദുനിയാവിൽ ആവശ്യമില്ലാത്തതിലേക്ക് പോയിട്ട് കുഴി ചാടാന്നറിയൂലേ, ഞാൻ ചാടല്ലോ. ഔ ഉസല്ല, ഇന്നെ ചാടിപ്പിക്കലോ, അതായത് ഞാൻ ഒരാളെ ചാടിക്കലോ അല്ലെങ്കിൽ ഇന്നൊരാൾ ചാടിപ്പിക്കലോ. അത് കച്ചവടത്തിലാവട്ടെ, ആവശ്യമില്ലാതെ കച്ചവടത്തിലാവട്ടെ. ഔസില്ല ഔസല്ല ഔ അദ്ലിമ, ഞാൻ ഒരാളെ ദുൽമ ചെയ്യുന്ന അവസ്ഥയിൽ ഇന്നെത്തിക്കല്ലേ.
ഔ ഉസ്ലമ, മറ്റൊരാൾ ഇന്നെ ഉൽമ ചെയ്യുന്ന അവസ്ഥയിൽ എത്തിക്കല്ലേ റബ്ബെ. ഔ അജ്ഹല, അതായത് ജഹല്, അതായത് ഇല്ലേ ഒരാളെ ജഹല് തരം, അതായത് പൊട്ടത്തരം, അല്ലെങ്കിൽ ഔഷമില്ലാത്തത്, അല്ലെങ്കിൽ അത് ഹക്കീന്ന് അയാളെ മറയിപ്പിക്കുക, ജഹല് ചെയ്യാന്നറിയും. ഔ യുജഹല അലൈ, ഇതിന് വേറെ അർത്ഥമൊക്കെ പറ്റിക്ക. അയാൾ പോയിട്ട് കടയിൽ പോയിട്ട് എടുക്കുന്നു, സാധനം അത്ര ഒന്നുമില്ല, ഇയാളെ പറ്റിച്ചു, ഒക്കെ അതിൽ പെടും. അതായത് അയാളാണ്ട് പൊട്ടനാക്കുക, അല്ലെങ്കിൽ ഔഷമില്ലാത്ത ആക്കുക, അല്ലെങ്കിൽ അയാളെ ജഹാലത്തിൽക്കാക്കുക. ഈ ദുആ ആണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയാലുള്ള ദുആ. അപ്പോൾ ബിസ്മില്ലാഹി ആമൻതു ബില്ലാഹ്, ബിസ്മില്ലാഹ് ആമൻതു ബില്ലാഹ്, തവക്കൽതു അലല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അസ്ലിമ ഔ ഉസ്ലമ ഔ അജ്ഹല ഔ യുജ്ഹല അലൈ. അത് എപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും സുന്നത്താണ്, എവിടുത്തായിക്കാണ്. അതുപോലെ തന്നെ ഒരു സുന്നത്തുണ്ട്, ഇറങ്ങണതിന് മുമ്പ് ആയത്തുൽ കുർസി ഓതൽ, അത് സുന്നത്താണ്. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞ ബിസ്മില്ലാഹ് ആമൻതു ബില്ലാഹ് തവക്കൽതു അലല്ലാഹ്, لا حول ولا قوة إلا بالله، اللهم إني أعوذ بك أن أضل أو أضل أو أزل أو أزل أو أظلم أو أظلم أو أجهل أو يجهل علي. أي لا نورم بسم الله آمنت بالله توكلت على الله لا حول ولا قوة إلا بالله، اللهم إني أعوذ بك أن أضل أو أضل أو أزل أو أزل أو أظلم أو أظلم أو أجهل أو يجهل علي. അത് കഴിഞ്ഞാൽ വീടിൻ്റെ സുന്നത്ത് കഴിഞ്ഞു. ഇനി പള്ളിക്ക് നടക്കുമ്പോഴുള്ള സുന്നത്ത്, ഇത് ഹദീസാണ്. വഖുൽ ഫീ തരീഖിക്, അതായത് പള്ളിക്ക് നടക്കുന്ന ആ വഴിയിൽ വെച്ച് പറയുക, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖി സ്സായിലീന അലൈക് വബിഹഖി റാഗിബീന ഇലൈക് വബിഹഖി മംശായ ഹാദാ ഇലൈക് فإني لم أخرج أشرا ولا بطرا ولا رياء ولا سمعة بل خرجت اتقاء سخطك وابتغاء مرضاتك فأسألك أن تنقذني من النار وأن تدخلني الجنة وأن تغفر لي ذنوبي فإنه لا يغفر الذنوب إلا أنت. اللهم إني أسألك بحق السائلين عليك. അള്ളാഹുവിനോട് ചോദിക്കുന്ന ആൾക്കാരെ ഹക്ക് കൊണ്ട് ഞാൻ ചോദിക്കുന്നു. അതായത് റബ്ബേ, ഇവിടെ ശരിക്കും പറയുന്നത് എന്താ, എനിക്ക് ഒറ്റക്കൊരു കഴിവില്ല. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഒറ്റക്കൊരു കഴിവില്ല റബ്ബേ. ഈ സാലിഹ്യങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണേ. ഈ ദുആ കൊണ്ട് ഉദ്ദേശം കൂടിയുണ്ട്. അതായത് റബ്ബേ, റബ്ബിനോട് തേടുന്ന കൂട്ടരെ കൊണ്ട് ഞാൻ തേടുന്നു എന്ന് പറയുമ്പോൾ ആ കൂട്ടത്തിൽ ഇന്നും പെടുത്തണേ എന്നായി. അതായത് അങ്ങനെ തേടുന്ന ആൾക്കാരെ കൂട്ടത്തിൽ ഇന്നും പെടുത്തണേ എന്നുള്ള ഒരർത്ഥം അതിലും മറിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ അവർ ഹക്ക് കൊണ്ട് ഞാൻ ചോദിക്കുന്നു റബ്ബേ, വബിഹഖി റാഗിബീന ഇലൈക, അള്ളാഹുവിനെ ഉദ്ദേശിച്ച്, അള്ളാഹുവിൻ്റെ തൃപ്തിനെ ഉദ്ദേശിച്ചു അങ്ങനെ ഇറങ്ങുന്ന ആൾക്കാരെ ഹക്ക് കൊണ്ടും റബ്ബേ ആ കൂട്ടത്തിൽ ഞങ്ങളും പെടുത്തണേ എന്നറിയണ പോലെ ഉണ്ട്. വബിഹഖി മംശായ ഹാദാ ഇലൈക്, എൻ്റെ ഈ നടത്തം റബ്ബിൽക്കുള്ള നടത്തം, റബ്ബിൻ്റെ വീട്ടിൽക്ക്, അതായത് പള്ളിക്കുള്ള നടത്തം, ആ ഹക്ക് കൊണ്ട് ഞാൻ ചോദിക്കുന്നു. എന്നിട്ട് പറയാണ് റബ്ബേ, ഇതൊരു വാഗ്ദാനം പോലെയാണ്. ഫഇന്നി ലം അഖ്റുജ് അശറൻ വലാ ബതറൻ വലാ റിയാഅൻ വലാ സുംആ. എന്താ പറഞ്ഞത്? ഫഇന്നി ലം അഖ്റുജ് അശറൻ, അതായത് ഞാനൊരു ഒന്നും, അതായത് ഇല്ല സ്തുതിക്കാതെ ഒന്നും ഓർക്കാതെ റബ്ബ് തന്ന നിഅമത്തൊക്കെ മറന്നിട്ടല്ല ഉള്ളത്. അഷറിൻ്റെ അർത്ഥം അതാണ്. അതായത് റബ്ബ് തന്നതൊക്കെ ഞാൻ ഓർത്ത്
ആ ഓർമ്മയിൽ തന്നെ ഉള്ളത് റബ്ബിൻ്റെ ഹിദായത്ത്, റബ്ബിൻ്റെ നിഅമത്ത്, റബ്ബിൻ്റെ തൗഫീഖ്, റബ്ബാണ് ഇതിൻ്റെ ഫദ്ല് തന്നത്. ഹയ്യ അലസ്സലാ എന്നറിഞ്ഞപ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നറിഞ്ഞ് ഇറങ്ങിയല്ലോ. ആ വിളി കേട്ട് ആ വിളിക്കുള്ള തൗഫീഖ് തന്ന റബ്ബാണ്. അഷറൈറ്റ്, അതായത് നിഅമത്തൊന്നും കുഫ്രാൻ ചെയ്യാതെ, അതായത് നിഅമത്തിനെ ഞാൻ സ്തുതിച്ചിട്ട്. വലാ ബതറൻ, എന്താണ് പറയുന്നത്? അഷറൻ വലാ ബതറൻ, ഒരു എന്താണ് ഇങ്ങനെ ദുനിയാവിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും, അതായത് വെറുതെ ഇങ്ങനെ പോവല്ല, വെറുതെ ടൈം പാസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനൊന്നല്ല പോകുന്നത്. റബ്ബേ, ഞാൻ റബ്ബിനെ ഓർത്തിട്ട് തന്നെയാണ്, ഷർറിന് വേണ്ടിയിട്ടൊന്നല്ല ഇറങ്ങിയിട്ടുള്ളത്. ഈ ഇറങ്ങി പുറപ്പെട്ടത് ഖൈറിന് വേണ്ടിയിട്ടാണ് റബ്ബ്. വലാരിയാൻ, അതായത് ഈ അമൽ കൊണ്ട്, അള്ളാഹുവിന് ഉദ്ദേശിക്കപ്പെട്ട അമൽ കൊണ്ട് ആൾക്കാരെ മുന്നിൽ കാണിക്കലോ, ആൾക്കാരെ മുന്നിൽ ഇത് പ്രവർത്തിച്ചു എന്ന് പറയിപ്പിക്കലോ അല്ല എൻ്റെ ഉദ്ദേശം റബ്ബേ. വലാ സുംഅ, സുംഅ എന്ന് പറഞ്ഞാൽ റിയാഉം സുംഅത്തും വ്യത്യാസമുണ്ട്. റിയാ എന്ന് പറഞ്ഞാൽ റബ്ബിൻ്റെത് ആൾക്കാരെ കാണിപ്പിക്കുക, മറ്റേത് പറയിപ്പിക്കുക. സുംഅത്ത് എന്ന് പറഞ്ഞാൽ മൻ സമ്മഅ സമ്മഅ അല്ലാഹു ഫീ എന്നല്ലേ, അതായത് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുക, മറ്റേത് ആൾക്കാരെ കാണിപ്പിക്കുക. അതൊന്നും എൻ്റെ ഉദ്ദേശമല്ല. അതായത് ഒരു വാഗ്ദാനം പോലെ, ഒരു പ്ലഡ്ജൊക്കെ പോലെ. അതായത് ഞാൻ ഷർറൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കാൻ തന്നെയാണ്, അള്ളാഹുവിൻ്റെ നിഅമത്തൊന്നും ഞാൻ മറന്നിട്ടില്ല റബ്ബേ. ഞാൻ ഷർറ് ചെയ്യാനല്ല, വെറുതെ ആവശ്യമില്ലാതെ പോകാനോ അല്ല. അത് ഈ അമൽ ചെയ്യാൻ പോകുന്നത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടോ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ല റബ്ബേ. പിന്നെന്തിനാണ് ഞാൻ എന്തിനാപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്? ബൽ ഖറജ്തു ഇത്തിഖാഅ സഖതിക്, റബ്ബിൻ്റെ കോപം, റബ്ബിൻ്റെ സുഖ്ത്, തൃപ്തിയില്ലായ്മ, കോപം എന്നറിയും, അത് അതീന്ന് കാവലിനെ തേടിയിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത് റബ്ബേ. വബ്തിഗാഅ മർദാതിക്, റബ്ബിൻ്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇതാ ഇറങ്ങിയിട്ടുള്ളത്. ഫഅസ്അലുക അൻ തുൻഖിദനി മിനന്നാർ, ഇവിടെ നബവിയ ഹദീസിൻ്റെ ലഫ്ദ് തുഈദനി മിനന്നാറാണ്. തുൻഖിദനീനെക്കാട്ടും ഔലായിട്ട് വരും. അപ്പോൾ അവിടെ അതായിരിക്കും കൂടുതൽ ഉപയോഗിക്കലേൽ സുന്നത്ത് വരാം. അൻ തുഈദനി മിനന്നാർ, റബ്ബേ നരകത്തിൽ നിന്ന് ഞാൻ കാവലിനെ ചോദിക്കുന്നു റബ്ബേ. വഅൻ തുദ്ഖിലനിൽ ജന്നഹ്, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ, അതാണ് എൻ്റെ തേട്ടം റബ്ബേ. വഅൻ തഗ്ഫിറ ലീ ദുനൂബി, റബ്ബേ കുറ്റങ്ങളിൽ നിന്ന് പുറത്ത് തരണേ റബ്ബേ. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത്, കുറ്റങ്ങളിൽ നിന്നും തെറ്റിന്നൊക്കെ റബ്ബേ റബ്ബല്ലാതെ പിന്നാരാണ് പൊറുക്കുന്നത് റബ്ബേ. അതായത് റബ്ബിൽക്കെല്ലാതും വരവേൽപ്പിച്ച് ഒരു വാഗ്ദാനം പോലെയാണ്, സ്വയത്തിനെ ഓർമ്മിപ്പിക്കലാണ്. അതിൽ ഹദീസ്, വേറെ ഹദീസ് കാണാം, ഇതിനൊരു പൂർണ്ണത ഉണ്ട്. യാ അർഹമർ റാഹിമീൻ യാ അക്രമൽ അക്രമീൻ, ഇതിൻ്റെ ലാസ്റ്റിൽ ചേർത്ത് കൊടുക്കുക. അതൊരു ഹദീസിലുള്ള, ഇതിൻ്റെ ഈ ഹദീസിൻ്റെ ലഫ്ദിൻ്റെ ബാക്കിയാണത്. അപ്പോൾ എന്താ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖി السائلين عليك وبحق الراغبين إليك وبحق ممشاي هذا إليك فإني لم أخرج أشرا ولا بطرا ولا رياء ولا سمعة بل خرجت اتقاء سخطك وابتغاء مرضاتك فأسألك أن تعيذني من النار وأن تدخلني الجنة وأن تغفر لي ذنوبي فإنه لا يغفر الذنوب إلا أنت يا أرحم الراحمين يا أكرم الأكرمين. സുന്നത്താണ്. പള്ളിയിലേക്ക്, അത് പള്ളിക്കായി, പള്ളിൻ്റെ ഹദീസാണ്. അത് വാരിദായിട്ട് വന്നിട്ടില്ല. ഓതണവർക്ക് ഓതാ, ഖൈറാണ്. അത് ഒന്ന് മാത്രം ഓതണം, അഫ്ളലില്ല, അവിടെ കമ്പാരിസൺ ഇല്ല. കാരണം ഖുലിയായുൽ കാഫിറൂൻ ഖുൽ ഹുവല്ലാഹു അഹദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ്. അലം നഷ്റഹും അലവും അലം എന്നറിയും, അത് സാലിഹ്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ആദ്യം ഖുലിയായുൽ കാഫിറൂൻ ഖുൽ ഹുവല്ലാഹു അഹദ്, അതിൽ എന്തില്ല, അത് വിട്ടിട്ട് മറ്റേ എടുക്കില്ല, അതൊരിക്കലും ആ പരിപാടിയില്ല.
വേണമെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് ഓതിക്കോ. അല്ലാതെ അലം നഷ്റഹും അലം തറവും ഓതാ കുല്യായുൽ കാഫിറും വിടാന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അയാൾ ചെയ്തത് ശരിയല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവാക്കി കൊണ്ടുപോയിരുന്ന ഒന്നാണ് കുല്യായുൽ കാഫിറും ഖുൽ ഹുവല്ലാഹു അഹദും. മനസ്സിലായ? വന്നിട്ടുള്ളതാണ്, ചെയ്യണം എന്നും വന്നിട്ടുള്ളതാണ്. അത് വിട്ടിട്ട് ഇതിലേക്ക് പോവില്ല. രണ്ടും കൂടി ചെയ്തോ. അപ്പോൾ ഒന്നിൽ കുല്യായുൽ കാഫിറൂൻ അലം നഷ്റ ഓദിക്കോ, രണ്ടാമത്തേൽ ഖുൽ ഹുവല്ലാഹു അഹദും അലം തറ ഓദിക്കോ. ഇനി ഒന്ന് ഓതുന്നുണ്ടെങ്കിൽ കുല്യായുൽ കാഫിറൂൻ ഖുൽ ഹുവല്ലാഹു അഹദ് ഓദിയോ. പിന്നെ സുബ്ഹിൻ്റെ സുന്നത്ത് കുറേ നീട്ടി വലിക്കൽ സുന്നത്തല്ല, ചുരുക്കല സുന്നത്ത്. അപ്പോൾ പള്ളിയിലേക്ക് പോകുമ്പോഴും എന്താ പറയുക, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖി സായിലീന അലൈക് വബിഹഖി റാഗിബീന ഇലൈക് വബിഹഖി മംശായ ഹാദാ ഇലൈക് ഫഇന്നി ലം അഖ്റുജ് അശറൻ വലാ ബതറൻ വലാ റിയാഅൻ വലാ സുംഅ بل خرجت اتقاء سخطك وابتغاء مرضاتك فأسألك أن تعيذني من النار وأن تدخلني الجنة وأن تغفر لي ذنوبي فإنه لا يغفر الذنوب إلا أنت يا أرحم الراحمين يا أكرم الأكرمين. إذن ديا ഇതെപ്പോഴും എന്താണ്, ഇത് ഓർമ്മ, ഇത് കാണാണ്ട് പഠിങ്ങില്ല എന്നുണ്ടെങ്കിൽ മൊബൈലിൽ ഇതാക്കാം. പിന്നെ ഇത് ആപ്പുകളെടുത്തുണ്ടാവും, ആലോ ആപ്പ്, അത് ഡൗൺലോഡ് ചെയ്ത് അതിൽ ഇതൊക്കെ ഉണ്ടാവും. അധികാറുകൾ ഏകദേശം എല്ലാ അധികാറുകളും ഉണ്ടാവും. ഇതൊക്കെ എന്ത് ചെയ്യണം? അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ വലിയ നിഅമത്ത് ഈ കാലത്ത്. പണ്ടൊക്കെ ആണെങ്കിൽ ഈ ദിക്റ് കാണാണ്ട് പഠിച്ചിട്ട് ചെല്ലാന്നറിയാം, അല്ലെങ്കിൽ പേപ്പർ ഈശ വെച്ച് നടക്കണം. ഇന്ന് മൊബൈൽ എപ്പോഴും എപ്പോഴാണ് മൊബൈൽ ഇല്ലാണ്ട് പുറത്തു പോണത്? മൊബൈൽ എപ്പോഴും ഉണ്ട്. ആ മൊബൈൽ അള്ളാഹുവിൻ്റെ ഈ ദുനിയാവിലുള്ള ഈ കാലത്തിൻ്റെ വലിയ നിഅമത്താണ് ഈ ഒരു സാധനം. ഷർറുണ്ട്, പക്ഷേ ഒരു മുഅ്മിനല്ലാതെ മുഅ്മിനൊരു നിഅമത്താണ്. അപ്പോൾ ഇത് എന്തുണ്ട് ഈ മൊബൈലിൽ? അൽഹംദുലില്ലാ, വലിയ നിഅമത്ത് എന്ന് പറഞ്ഞാൽ മുത്തഖീങ്ങളായ ആൾക്കാർ, അതുപോലെ തന്നെ ഖൈർ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഇങ്ങനത്തെ ഇതൊക്കെ ആപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട, മെനക്കെടേണ്ട, കഷ്ടപ്പെടേണ്ട. ഇതിലുള്ള ദിക്റുകളൊക്കെ തർത്തീബായിട്ട് അൽഹംദുലില്ലാ ഇത് ബാലവി ആപ്പ് ഉണ്ട്. ഇതിൽ ബാലവി ആപ്പ്, അത് അതിലെന്തുണ്ട്? അള്ളാഹുവിൻ്റെ വലിയ നിഅമത്ത് കൊണ്ട് ഇതിലുള്ള തർത്തീബിൽ തന്നെ സുബ്ഹിൻ്റെ മുമ്പത്തെ ദിക്റ്, സുബ്ഹിൻ്റെ ദിക്റ്, പള്ളിക്ക് പോകുമ്പോഴുള്ള ദിക്റ്, അസറിൻ്റെ മുമ്പുള്ള ദിക്റ്, അസറിൻ്റെ ശേഷമുള്ള ദിക്റ്, അങ്ങനെയല്ല. നിങ്ങൾക്ക് കിട്ടിയ ദിക്റുകൾ നിങ്ങൾ അതിൽ നിന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ചൊല്ലാം. അതിലുള്ള ദിക്റുകൾ നിങ്ങൾ ചൊല്ലാന്നല്ല പറഞ്ഞത്. അത് പിന്നെ പ്രത്യേകമായി എന്താണ് പറയുക, പറ്റുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു രീതിക്കല്ലല്ലോ. അപ്പം അതിലിതൊക്കെ എന്തായാലുണ്ട്. ഇതൊന്നും ഒരിക്കലും വിടരുത്. ഒരു മുഅ്മിന് ഇതൊക്കെയാണ് മുഅ്മിൻ്റെ കാവൽ. ഏത്? അല്ലാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ, രണ്ട് ഹദീസിൽ, കുറേ ഹദീസിൽ വന്നിട്ടുള്ളതാണ്. ഇത് ഹസനായ ഹദീസാണ്. അതായത് ഈ ഹദീസ് സ്ഥിരപ്പെട്ടെന്ന് മാത്രമല്ല, ഒരു വഴി കൂടിയല്ല, കുറേ വഴി കൂടി സ്ഥിരപ്പെട്ടിട്ടുള്ളതാണ്, സ്ട്രോങ് ആയതാണ്. അതായത് ഒരാൾ ഇതില്ല എന്ന് അറിയാൻ പറ്റാത്ത അത്രയും സ്ട്രോങ് ആണത്. അതായത് ഒരാൾ ഇത് മുറുകെ പിടിക്കണം എന്ന്. اللهم إني أسألك بحق السائلين عليك وبحق الراغبين إليك وبحق ممشاي هذا إليك فإني لم أخرج أشرا ولا بطرا ولا رياء ولا سمعة بل خرجت اتقاء سخطك وابتغاء مرضاتك فأسألك أن تعيذني من النار وأن تدخلني الجنة وأن تغفر لي ذنوبي فإنه لا يغفر الذنوب إلا أنت يا أرحم الراحمين يا أكرم الأكرمين. ഇതെന്ത് ചെയ്യുക? ആദ്യമൊക്കെ മെനക്കെട്ട് ചൊല്ലാനായിരിക്കും നമുക്ക് എന്തുണ്ടാവുക. ഇത് എന്ത് ചെയ്യൂല, എളുപ്പത്തിൽ ചിലപ്പോൾ ആദ്യമൊന്നും വരില്ല. അതിനെന്താ, മൊബൈലുണ്ടല്ലോ.
എന്ത് ചെയ്യുക, നമ്മളെന്ത് ചെയ്യുക, മെനക്കെട്ടാൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടാവും. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യുക, ബിസ്മില്ലാഹി ആമൻതു ബില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അദ്ലിമ ഔ ഉദ്ലമ ഔ അജല ഔ യുജല അലൈ എന്ന് പറഞ്ഞ് എന്നിട്ട് എന്താ പള്ളിക്ക് പോകുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖി السائلين عليك وبحق الراغبين إليك وبحق ممشاي هذا إليك فإني لم أخرج أشرا ولا بطرا ولا رياء ولا سمعة بل خرجت ابتغاء سخطك وابتغاء مرضاتك فأسألك أن تعيذني من النار وأن تدخلني الجنة وأن تغفر لي ذنوبي فإنه لا يغفر الذنوب إلا أنت يا أرحم الراحمين يا أكرم الأكرمين الحمد لله. അപ്പോൾ അതെന്ത് ചെയ്യുക, പതിവാക്കാൻ പറ്റുന്ന രീതിക്ക് കൊണ്ട് നടന്നാൽ മതി. ആ മൊബൈലുണ്ടല്ലോ, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ദിക്കർ നമ്മൾ ഫസ്റ്റ് സുബഹിക്കല്ല ഇറങ്ങല്. അപ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി. നമ്മൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ കുറേ പ്രാവശ്യം പുറത്തിറങ്ങുമല്ലോ. എല്ലാ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ പറയാനുള്ളതാണ്. അത് കോമണായ ദിക്കറാണത്. അതിലേ പറഞ്ഞല്ലോ, ഒരാൾ പഴുക്കുന്നതോ അല്ലെങ്കിൽ ഒരാൾ പറ്റിക്കുന്നത് അങ്ങനെ ഒന്നും വേണ്ട. ദുനിയാവിലെ ആഖിറത്തിൻ്റെ കാര്യത്തിൽ ആരും എന്നെ പറ്റിക്കണ്ട. ഞാൻ ഒരാളെ പറ്റിക്കാൻ പോകില്ല. ഇന്നെ റബ്ബ് സംരക്ഷിക്കണ റബ്ബെ, ഈ കാവലിനെ തേടാണ്. എല്ലാത്തിനും ഒരാളെ പറ്റിക്കുന്നതെന്നും പറ്റിക്കപ്പെടുന്നതിനും ഷെറ് അങ്ങോട്ട് പോകണമെന്നും ഷെറ് ഇങ്ങോട്ട് വരണേന്നും എല്ലാത്തിനും എപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഇത് പള്ളിക്കുള്ളതായി. എന്ത് ഇനി ആദാബുദു അങ്ങനെ പള്ളിക്കെത്താൻ നടന്ന് ഇങ്ങനെ പിന്നെ ബാക്കിയുള്ള സമയം ദിക്റുകൊണ്ട് പോവാം. ദിക്റ് ചൊല്ലിപ്പോവുക പള്ളിക്ക്. ആദാബു ദുഖൂലിൽ മസ്ജിദി ഇലാ തുലൂഇ ശംസി, സൂര്യൻ ഉദിക്കുന്നവരെ. ഇപ്പോൾ സുബ്ഹിൻ്റെ തർത്തീബിൽ ഇങ്ങനെ പോകണം. ഫഇദാ അറദ്ത ദുഖൂലൽ മസ്ജിദി, പള്ളിയിൽ പ്രവേശിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഫഖദ്ദിം റിജ്ലക്കൽ യുംന, വലത്തെ കാല് മുന്തിക്ക. ഈ വലത്തെ കാല് മുന്തിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ ചെരുപ്പിട്ട ആളുണ്ടെങ്കിൽ ചെരുപ്പ് ഊരൽ എടുത്ത കാലാണ് ആദ്യം ഊരേണ്ടത്. ചെരുപ്പ് ഇടുമ്പോൾ സുന്നത്ത് വലത്തെ കാല് മുന്തിക്കലും ഊരുമ്പോൾ എടുത്ത കാല് മുന്തിക്കലുമാണ്. അപ്പോൾ ഒരാൾ എന്ത് ചെയ്ത് ചെരുപ്പ് പള്ളീൻ്റെ ഡോറിൻ്റെ അവിടെയാണുള്ളത്. അപ്പോൾ ഇയാൾ എടുത്ത കാല് പ്രവേശിച്ച്, ഇപ്പോൾ പ്രത്യേകിച്ച് ഭയങ്കര തളച്ച ചൂടുള്ള സമയത്ത്, ഇപ്പോൾ പള്ളി ഇങ്ങനത്തെ അല്ല സ്റ്റെപ്പ് പള്ളിയൊക്കെ ആണെങ്കിൽ പള്ളിൻ്റെ ഇതിലേക്ക് നേരെ പ്രവേശിക്കുക എന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം, ഭയങ്കര മെനക്കേടാണ്. ഇപ്പോൾ എടുത്ത കാലെടുത്ത് ചിലപ്പോൾ അയാൾ എന്ത് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ പള്ളീൻ്റെ ഉള്ളിലേക്ക് അങ്ങനെയല്ല, അങ്ങനെ വരുന്നുണ്ടെങ്കിൽ എടുത്ത കാല് പുറത്തേക്ക് എടുക്കുക, എന്നിട്ട് ചെരുപ്പമ്മ ചവിട്ടി നിൽക്കുക, എന്നിട്ട് വലത്തെ കാലെടുക്കുക, ചെരുപ്പമ്മ ചവിട്ടിക്കുക, എന്നിട്ട് വലത്തെ കാലം കൊണ്ട് എന്ത് ചെയ്യുക, പള്ളിക്ക് പ്രവേശിക്കുക. പറഞ്ഞു തരിഞ്ഞാ. അതുപോലെ തന്നെ ബാത്റൂമിൽ പോകുമ്പോൾ, ടോയ്ലറ്റിൽ പോകുമ്പോൾ പ്രവേശിക്കലിൽ സുന്നത്ത് എന്താ, എടുത്ത കാലാണ്. അത് ഉള്ളിൽ എന്തുണ്ടാവും, ചെരുപ്പുണ്ടാവും. അപ്പോൾ എടുത്ത കാലം കൊണ്ട് ചെരുപ്പിടല്ല വേണ്ടത്, ആ ചെരുപ്പുമ്മിൽ ചവിട്ടുക, എന്നിട്ട് പ്രവേശിച്ചിട്ട് വലത്തെ കാലിട്ടിട്ട് എടുത്ത കാലിടുക. വലത്തെ കാലാണ് എല്ലാ അവസ്ഥയും. അതന്നെ അങ്ങനെ പൊള്ളിപ്പിക്കണ്ടല്ലോ, ചെരുപ്പുണ്ടല്ലോ, ചെരുപ്പം നിൽക്കുക. പറഞ്ഞു തരിഞ്ഞാ. ബാത്റൂമിൽ കയറോട്ടെ, മുന്തിക്കേണ്ടടുത്ത് അങ്ങനെ മുന്തിക്കണം. ഇത് വലത്തെ കാല് മുന്തിക്കേണ്ട എല്ലാ ഹൈറായ സ്ഥലത്തും വലത്തെ കാല് മുന്തിക്കണം. ഇനി ഹൈറാണോ ഷെറാണോ എന്നറിയാത്ത സ്ഥലത്ത് വലത്തെ കാല് മുന്തിക്കണം. അപ്പോൾ ഒരു എന്തിലേക്ക് കിടക്കുകയാണ്, ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ്, ഇവിടുത്തെ ഈ സെൻറ്ററിൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ്. കടല്ലല്ലോ ഇത്, ആൾക്കാരെ കാര്യങ്ങൾ സാധിക്കാം. അപ്പോൾ ഇവിടെ കിടക്കുമ്പോൾ ഹൈറാണോ ഷെറാണെന്ന് അറിയില്ല, വലത്തെ കാല് മുന്തിക്കുക. കടയൊക്കെ കിടക്കണം, എടുത്ത കാല് മുന്തിക്കുക. കാരണം കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിത്നത്തിൻ്റെ സ്ഥലമാണത്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ. മേടിക്കേണ്ട ഹൈറുകളൊക്കെ ഉണ്ടാവും, പക്ഷെ അടുത്ത കാലം ഒന്നിക്കുക. കാൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എടുത്ത കാലം, എപ്പോഴും എടുത്ത കാലം. ഇനി പള്ളി വീടിൻ്റെ എങ്ങനെയാണെങ്കിലും
കാരണമുണ്ട്. കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങാന്ന് പറഞ്ഞാൽ ഒരു സംരക്ഷണത്തിൻ്റെ പ്രൊട്ടക്ഷൻ്റെ ഒരു ഇതിൽ നിന്ന് നമ്മൾ ഇറങ്ങിയതാണ്. ഇനി പുറത്തുള്ള ഫിത്നത്തുകൾ ഇങ്ങനെ തുറന്ന് വാതിലുകൾ ഇങ്ങനെ തുറക്കുകയാണ്. വീട് അങ്ങനെയല്ലല്ലോ. അപ്പോൾ നമ്മൾ അള്ളാഹുവിനെ കാവലിനെ തേടിയിട്ടാണ് എടുത്ത കാലം കൊണ്ട് ഇറങ്ങുന്നത്. മനസ്സിലായോ? അത് ഒരു അഭിപ്രായമാണ്. അത് അവർ അർത്ഥം വെച്ചിട്ട് പറഞ്ഞതാണ്. പക്ഷെ വീട്ടിൽ നിന്ന് എപ്പോൾ ഇറങ്ങുമ്പോഴും അതന്നെ അങ്ങനെയല്ലല്ലോ. അവരെന്താ പരിഗണിച്ചത്? ഹൈറിന് പോകുമ്പോൾ വലത്തെ കാല് എന്നുള്ള പരിഗണന. പക്ഷെ ഒരു കാര്യം അവർ പറഞ്ഞ്, അത് ഹൈറിന് പോകേണ്ടെങ്കിലും ഫിത്നത്തും ദീനിനും ദുനിയാവിനും ബാധിക്കുന്ന സാധനങ്ങളായി പുറത്തുള്ളത് അല്ലേ. അള്ളാഹുവിനോട് ഹൈറിന് ഉദ്ദേശിച്ച് പോണ ആളടക്കം അള്ളാഹുവിനെ ഔദുബിക്കാൻ അതില്ല ഊതല്ല വെച്ചിട്ടല്ലേ പോണത്. കാവലിനെ തേടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ആ കാവലില്ലല്ലോ. വീട്ടിൽ പ്രവേശിക്കുമ്പോൾ എന്താണത്? ഈ കാവലില്ല. കാരണം ഒരാളെ ഞാൻ പറ്റിക്കുക, അല്ലെങ്കിൽ അയാൾ എന്നെ പറ്റിക്കുക, എന്നെ പഴപ്പിക്കുക, അല്ലെങ്കിൽ ഞാൻ അയാളെ പഴപ്പിക്കുക. വീട്ടിലിരിക്കുമ്പോൾ വീട്ടിൽ കുറച്ചുകൂടി പ്രൊട്ടക്ഷൻ ഉണ്ട്. മനസ്സിലായ? അപ്പോൾ ഹൈർ ഉദ്ദേശിച്ച് പോകേണ്ടെങ്കിലും ആ വഴിക്ക് എന്തേലും സംഭവിക്കാലോ. അപ്പോൾ അതാണ് എടുത്ത കാലം മുന്തിക്കാനുള്ള കാരണം. പള്ളി പ്രവേശിക്കുമ്പോൾ വലത്തെ കാല്. അപ്പോൾ ഇവിടെ വേറൊരു സ്ഥലത്ത് ഇപ്പോൾ പള്ളീന് അറ്റാച്ചായ നാട്ടിലത്തെ ഇപ്പോൾ ഖതീബിൻ്റെ റൂമുണ്ട്. അവിടെ എടുത്ത കാലാണോ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുന്തിക്കേണ്ടത്, അതാ പള്ളി കയറുമ്പോൾ വലത്തെ കാലാണോ മുന്തിക്കേണ്ടത്? വലത്തെ കാലം മുന്തിക്കേണ്ടത്. മനസ്സിലായ? അപ്പോൾ റൂമിൽ കയറുമ്പോൾ വലത്തെ കാലാണോ അടുത്ത കാലാണോ മുന്തിക്കേണ്ടത്? പള്ളിയിൽ നിന്ന് പോകണത് ഇനി റൂമല്ലത്, പള്ളി തന്നെയാണ്. ഇത് ഒരു പള്ളി, പുറത്തും വേറൊരു പള്ളി. അപ്പോൾ കയറുമ്പോൾ വലത്തെ കാലം ഓക്കെ, ഇറങ്ങുമ്പോഴാ അപ്പോഴും വലത്തെ കാലം തന്നെയാണ്. കാരണം ഇയാൾ ഇറങ്ങിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഹൈറിക്ക് പ്രവേശിച്ചു, പിന്നും ഹൈറിക്ക് പ്രവേശിച്ചു. ഏതുപോലെ കാബൻ്റെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ വലത്തെ കാലം വെച്ച് പ്രവേശിക്കുക, കാബയിൽ നിന്ന് പുറത്ത് ഇറങ്ങുമ്പോൾ അപ്പോഴും വലത്തെ കാലം വെച്ചിട്ട് തന്നെ പ്രവേശിക്കുക. പള്ളിയാണ്. മനസ്സിലായ? വലത്തെ കാലാണ്, എടുത്ത കാലില്ല. അല്ല, അത് വഖഫ് ചെയ്തല്ലേ, അത് പള്ളിയല്ലല്ലോ. പള്ളീൻ്റെ തുടർച്ച പള്ളിയാണ് പറഞ്ഞത്. ഇത് അങ്ങനെ എപ്പോഴാണ് ഉണ്ടാവുക? നമ്മളെ നാട്ടിൽ എളുപ്പമാണ്. നാട്ടിൽ എന്തുണ്ടാവും? പഴയ ഉള്ളിലത്തെ പള്ളി ഉണ്ടാവും. അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ടാവും? അതങ്ങനെ വെച്ചിട്ട് പുറത്ത്. അപ്പോൾ വലത്തും ഉള്ളൂ, എടുത്തില്ല. വലത്തന്നെ നമ്മളത് പരിഗണിക്കണം വേണം. വെയിലെത്തിരിക്കുക. അപ്പം ഒന്നുമല്ല ഫുൾ വെയിൽ, അല്ലെങ്കിൽ ഫുള്ള് തണൽ. കറാഹത്തുണ്ട് അതിൽ. കുറച്ചൊതുങ്ങിയിരുന്ന ഇങ്ങോട്ടിരുന്ന ആ അതന്നെ. അത് ക്ലിയറായി. قال فإذا أردت دخول المسجد فقدم رجلك اليمنى. ഇവിടെ വലത്തെ കാല് ഇതാക്കണം എന്നിറങ്ങി. സാലിഹ്യങ്ങളായ ആൾക്കാർ ഇറങ്ങി. ഫിഖായിട്ടല്ല, മുസല്ലയിൽ പ്രവേശിക്കുമ്പോൾ വലത്തെ കാല്, മുസല്ലേന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എടുത്ത കാല് എന്നറിഞ്ഞിട്ട് ചില സാലിഹ്യങ്ങൾ പറയുക. അവർ ഇത് വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഫിഖായിട്ട് അതിലൊന്നുമില്ല. ചില സാലിഹ്യങ്ങൾ പറയണ കേൾക്കാം. എന്ത് ചെയ്യുക? മുസല്ല ഇബാദത്തിൻ്റെ സ്ഥലമല്ലേ, അപ്പോൾ വലത്തെ കാല് വെച്ചിട്ട് മുസല്ലയിലേക്ക് പ്രവേശിക്കുക. മുസല്ലയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യുക? എടുത്ത കാല് എന്നിട്ട് പറയാ വഖുൽ اللهم صل على محمد وعلى آل محمد وسلم اللهم اغفر لي ذنوبي وافتح لي أبواب رحمتك. ഇത് ചുരുക്കം പറഞ്ഞെന്നാണ്. ഇവിടെ ദിക്റുകളൊന്നും വികസിപ്പിച്ചിട്ടില്ല. ശരിക്കും പൂർണ്ണമായ സുന്നത്ത് أعوذ بالله العظيم وبوجهه الكريم وسلطانه القديم من الشيطان الرجيم بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله صلى الله عليه وسلم اللهم اغفر لي ذنوبي وافتح لي أبواب رحمتك اللهم صل على سيدنا محمد وعلى آل سيدنا محمد وسلم. ഇതാണ് പൂർണ്ണമായ രൂപം. അപ്പോൾ
ഇപ്പോൾ ഇതെങ്കിലും ചൊല്ല. എന്താ? اللهم صل على سيدنا محمد وعلى آل سيدنا محمد وسلم اللهم اغفر لي ذنوبي وافتح لي أبواب رحمتك. നോക്ക്, ഞാൻ പറഞ്ഞല്ലോ ദുആഇന് ഹാലിന് ഒരു മുനാസബത്തുണ്ട് ദുആഇൻ്റെ. അപ്പോൾ റബ്ബിൻ്റെ റഹ്മത്തിൻ്റെ കവാടങ്ങൾ തുറക്കണേ റബ്ബേ. കാരണം പള്ളിക്ക് ഞാൻ പ്രവേശിക്കുന്നത് റഹ്മത്ത് തേടിയിട്ടാണ്. എല്ലാ വശത്തുനിന്നും റഹ്മത്തിൻ്റെ കവാടം തുറന്നു തരണേ റബ്ബേ. പുറത്തിറങ്ങുമ്പോൾ ഫളിക്കുന്ന അറിയാം. കാരണം പുറത്താണ് റിസ്ക് ഉള്ളത്, പുറത്താണ് അള്ളാഹുവിൻ്റെ കുറേ കാര്യങ്ങളുള്ളത്. അൽഹംദുലില്ലാ യർഹംകുമുല്ലാഹ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു, ومهما رأيت في المسجد من يبيع فقل لا أربح الله تجارتك. പള്ളിയിൽ വെച്ചിട്ട് ആരെങ്കിലും വിൽക്കണ കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക? ലാ അർബഹ, വിൽക്കലോ മേടിക്കലോ, അത് മിസ്വാക്ക് അടക്കം അതിൽ പെടും. പള്ളീൻ്റെ ഉള്ളിൽ മെഷീൻ ഇവിടെ നിൽക്കൽ, അടുത്ത് പുറത്തേക്ക് അറിയണം. അതും അതിൽ പെടും. അത് പെടില്ല, അത് വേറെ വിഷയമാണ്. മുന്തരം നിങ്ങൾ ഉദ്ദേശിച്ചത് പിരിവല്ലേ, അത് അതിൽ പെടില്ല. പക്ഷേ ജുമാൻ്റെ സമയത്ത് പിരിവാണെങ്കിൽ അത് തൊടവും ചെയ്യരുത്, ഉന്തവും ചെയ്യരുത്. പറ്റിയെങ്കിൽ നല്ല നീത്തം പറയാം. അത് ഏർപ്പത്തരാണത്. ഇപ്പോൾ ജുമാൻ്റെ ഇടയിലാണ് പിരിവ് വിരിക്കുക. ഞാൻ പറഞ്ഞാലില്ല, ഇപ്പോൾ ചായൻ്റെ മെഷീന്, വെൻഡിങ് മെഷീന്, വെള്ളത്തിൻ്റെ മെഷീൻ എന്നൊക്കെ പറഞ്ഞിട്ട് പൈസ ഇട്ടിട്ട് ഇതാണ്. പള്ളീൻ്റെ ഉള്ളിൽ വിൽക്കലില്ല, മേടിക്കലില്ല, വാങ്ങലില്ല, ഒരു ഉന്തറാണ്. പള്ളി വിവാദത്തിൻ്റെ സ്ഥലമാണ്. അപ്പോൾ ആ വെൻഡിങ് മെഷീനൊന്നും കൊണ്ടു നിൽക്കേണ്ട സ്ഥലമല്ല അത്. ലാ അർബഹ അല്ലാഹു തിജാറത്ത്, അയാളെ കച്ചവടം അല്ലാഹ് നഷ്ടത്തിലാക്കട്ടെ എന്ന് പറയുന്നത്. ഒരിക്കലും ലാഭം ഉണ്ടാക്കരുത്, ലാഭം ഉണ്ടാവില്ല എന്ന്. അത് അങ്ങനെ ദുആ ചെയ്യണമെങ്കിൽ നമ്മളതിൽ പോയിട്ട് വികാനും പാടില്ല എന്ന്. അത് മിസ്വാക്ക് മേടിക്കണം ഒരു ബക്കറ്റ് വെച്ച് എന്ന് വെച്ചോ, അപ്പോഴും അത് മസാലത്ത് അങ്ങനെ തന്നെയാണ് വരാം. പള്ളിൻ്റെ മുറ്റത്ത് വെച്ചോളി. പള്ളീൻ്റെ ഉള്ളിൽ മേടിക്കലും വാങ്ങലും പരിപാടി ഇല്ല, മംനൂഅ. എങ്ങനെ? അത് അയാളുടെ വിഷയം, അതൊന്നും ഇതന്നെ കറാത്ത് വരില്ല. ഇതെന്താണ് ഇത് പ്രശ്നം എന്താ വെച്ചാൽ കച്ചവടം വിൽക്കുക, മേടിക്കുക. അതായത് പള്ളീനെ ഒരു എന്താ ഈ ചന്ത പോലെ ആക്കുക. പള്ളി ഇബാദത്തിൻ്റെ സ്ഥലമാണ്. അവിടെ അയാൾ വന്ന് റാഹത്ത് എടുക്കണം, അതിൻ്റെ ഇടയിൽ അയാൾ കണക്ക് നോക്കണം. അത് അയാളുടെ വിഷയം, അത് നമ്മളെ വിഷയമല്ല. പക്ഷേ അയാൾ മീറ്റിങ്ങൊക്കെ വരണുണ്ടെങ്കിൽ പള്ളിയിലാക്കുള്ളൂ. അങ്ങനെ കണക്കിൻ്റെ ഇതൊക്കെ പള്ളിയിൽ നിന്ന് ഒഴിവാക്കുക വേണ്ടത്. അത് പള്ളീൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ടല്ല. അത് അതിലേക്ക് വരാം. അതായത് ഇവിടെ ഇപ്പോൾ സാധാരണ രീതിക്ക് പള്ളിയിൽ ബാത്റൂമിൻ്റെ അവിടെ നിന്ന് എന്തുണ്ടാവും, ഒരു വാച്ച് കിട്ടിയിട്ടുണ്ടാവും. ഉസ്താദെ വാച്ച് കിട്ടിയെന്ന് അറിഞ്ഞിട്ട് ഒരാൾ ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ടാവും. ഞാൻ അറിയാം അവിടെ വെച്ചോന്ന് അറിയും. മംനൂഅ. ഇന്ന് വരെ അൽഹംദുലില്ലാ ഞാനിവിടെ ഒന്ന് ഒരാളെ വാശം പിടിച്ച് ഇത് ആരതാ ചോദിച്ചിട്ടില്ല, ചോദിക്കാൻ സമ്മതിക്കില്ല. ഇത് അവിടെ നിന്ന് കിട്ടി, ആയിക്കോട്ടെ അവിടെ വെച്ചോന്ന് അറിയും. ഇത്രയേ ഉള്ളൂ. പള്ളീൻ്റെ ഉള്ളിൽ നിന്ന് എന്തില്ല, പൈസ പിടിച്ചിട്ട് ഒരു വട്ടം ഈ പള്ളീൻ്റെ മുറ്റത്തുനിന്ന് 5000 ദിർഹംസിൻ്റെ മുകളിൽ കിട്ടി. വീണ് പോയിട്ടുള്ളതാണ്. ഈ ഇത് നമുക്കറിയാലോ, ഇതിൻ്റെയൊക്കെ അത്യാവശ്യം പൈസ ഉണ്ട്. ആരെത്തുന്ന വീണ് എന്താണെന്ന് പറയാനില്ല. അപ്പോൾ അത് കിട്ടി. പള്ളീൻ്റെ ഉള്ളിൽ പറയാൻ പാടില്ല. പറഞ്ഞാൽ ലാ റദ്ദ അല്ലാഹു അലൈഹി, അത് അള്ളാഹു മടക്കി കൊടുക്കാനല്ല. ഒരാൾ പറയുകയാണ് എൻ്റെ സാധനം വീണ് പോയി, അപ്പോൾ ശരിക്കും ദുആ ഉണ്ട്, അള്ളാഹ് അയാൾക്ക് അത് മടക്കി കൊടുക്കാണ്ടിരിക്കട്ടെ, അത് അയാൾക്ക് അത് ഹലാക്കാവട്ടെ. ദുആ ചെയ്യണം, അത് സുന്നത്താണ്. ഇനി അയാൾ പറഞ്ഞു എൻ്റെ കാണാണ്ടായത് ലാ റദ്ദ അല്ലാഹു അലൈഹി, അത് എനിക്ക് അള്ളാഹു തിരിച്ചു തരാണ്ടിരിക്കട്ടെ, അത് പോട്ടെ. അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞു ഇതാരതാ, അതിൻ്റെ ഉടമസ്ഥന് കിട്ടാണ്ടിരിക്കട്ടെ എന്നായി. ഞാൻ എന്ത് പറഞ്ഞു, ഇവിടുത്തെ ഫറാഷിനോട് പറഞ്ഞ് പുറത്ത് നിൽക്കുക, പള്ളിയുടെ പുറത്ത് നിൽക്കുക. എന്നിട്ട് ആരെങ്കിലും എന്തേലും കാര്യം പോയിട്ടുണ്ടെങ്കിൽ ഇമാമിനെ ബന്ധപ്പെടാന്ന് ഇറങ്ങി. ആരെങ്കിലും പൈസ എന്തേലും പോയിട്ടുണ്ടെങ്കിൽ കണക്കൊന്നും പറഞ്ഞില്ല, അയാൾക്കും അറിയില്ല, ബാക്കിയുള്ളവർക്കും അറിയില്ല.
അങ്ങനെ വന്ന് അങ്ങനെ ഏകദേശം ഒരു അസറിനെ കാണാണ്ടായത് മഗ്‌രിബിൻ്റെ മുമ്പായിട്ട് ആൾ വന്ന് കൊടുത്ത്. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുക. പള്ളീൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ആരായാലും പൈസ പോയിട്ടുണ്ടോ അതിൽ പെടും പള്ളിയുടെ മൈക്ക് ഉപയോഗിക്കൽ. മംനൂ. പള്ളിയിൽ വെച്ച് പറയലും പാടില്ല, പള്ളീൻ്റെ മൈക്ക് വെച്ച് പറയലും പാടില്ല. ആരേലും കുട്ടി കാണാണ്ടായിട്ടുണ്ട് മൈക്ക് വെച്ച്, പള്ളിയല്ല അതിൻ്റെ സ്ഥലം, പള്ളി അതിന് വേണ്ടി ഉപയോഗിക്കില്ല. അതുപോലെ തന്നെ അങ്ങനെ കാണാണ്ടായ സാധനങ്ങൾ ഒട്ടിക്കാൻ വേണ്ടി ബോർഡിൽ ലിസ്റ്റ് ഒട്ടിച്ച് അതും പറ്റൂല. എല്ലാം പള്ളിയുടെ പുറത്ത്, അത് പറ്റില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അള്ളാഹ് അയാൾക്ക് കൊടുക്കാണ്ടിരിക്കട്ടെ എന്ന് അറിയുന്നത് സുന്നത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ചെയ്യാൻ പറഞ്ഞൊരു സുന്നത്താണത്. മനസ്സിലായ? അള്ളാഹ് അയാളെ സാധനം തിരിച്ചു കൊടുക്കാണ്ട്. ലാ റദ്ദല്ലാഹു അലൈഹി. طيب قال فإذا دخلت المسجد പള്ളിയിൽ പ്രവേശിച്ചാൽ, പള്ളി എന്ന് പറഞ്ഞാൽ വഖഫാക്ക പള്ളിയാണോ അല്ലേ എന്ന് പറഞ്ഞിട്ടില്ല, പള്ളി നിസ്കാരത്തിന് ഉപയോഗിക്കുന്ന സ്ഥലം, അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫലാ തജ്ലിസ് ഹത്താ തുസല്ലി റക്അതൈ തഹിയ്യത്തി, 2 റക്അത്ത് തഹിയ്യത്തിൻ്റെ 2 റക്അത്ത് നിസ്കരിക്കുന്നത് ഇതാക്കിയിട്ട്. അപ്പോൾ 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കാത്ത സമയങ്ങൾ എപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ, അതായത് 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കാത്ത സമയം ഇമാമ് ജമാഅത്തിന് വേണ്ടിയിട്ട് നിൽക്കും എന്ന് തോന്നി കഴിഞ്ഞാൽ അപ്പോൾ 2 റക്അത്ത് നിസ്കരിക്കൽ വരില്ല. അതുപോലെ തന്നെ ഒരു തറാവീഹ് നിസ്കാരമുണ്ട്, സുന്നത്താവട്ടെ ഫർളാവട്ടെ, അപ്പോൾ അത് ഒഴിവാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിലേക്ക് പോകലാണ് സുന്നത്ത്. അപ്പോൾ തഹിയ്യത്തുൽ മസ്ജിദ് ഒരാൾ ഭയങ്കര ഷുഗലാണ്, ദീന് ഷുഗലിയിലാണ്, നിസ്കരിച്ച് കഴിഞ്ഞാൽ തെറ്റും. അയാൾ എന്ത് ചെയ്യുക, അയാൾ പെട്ടെന്ന് പള്ളി വന്ന് ഭയങ്കര ദീന് ഷുഗല, അയാൾ പറ്റണ പോലെ നിസ്കരിക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ 4 വട്ടം പറയുക. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നുള്ളത് 4 വട്ടം പറയാം. അതെപ്പോൾ ഇനി കയറി വന്നപ്പോൾ ഇമാം എന്ത് ചെയ്യാണ്, ഇമാം ഇഖാമത്ത് കൊടുക്കുകയാണ്, അത് പറയണം എന്നില്ല. കാരണം എന്താ, ആ ഫർള് കൊണ്ട് അയാൾക്ക് സുന്നത്ത് കിട്ടും. മനസ്സിലായ? فإن لم تكن صليت في بيتك ركعتي الفجر, ഇനി വീട്ടിൽ വെച്ച് സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല, فيجزئك أداؤهما عن التحية, അപ്പോൾ പള്ളി വന്നിട്ട് ആ സുന്നത്ത് നിസ്കരിച്ചാൽ മതി. അപ്പോൾ അത് മതി തഹിയ്യത്ത് കിട്ടാൻ. അത് മതി. എന്ത് നിസ്കരിച്ചാൽ, ജനാസ നിസ്കരിച്ചാൽ തഹിയ്യത്താവില്ല. ഏത് നിസ്കാരം 2 റക്അത്തിൻ്റെ മുകളിലുള്ള ഏത് നിസ്കാരം, അപ്പോൾ ഇത്ര നിസ്കരിച്ചാൽ തഹിയ്യത്തായില്ല. അതുപോലെ തന്നെ ജനാസ നിസ്കരിച്ചാലും തഹിയ്യത്തായില്ല. 3 ഇനിയും നിയ്യത്തുകളുണ്ട്. ഇസ്തിഖാറത്തിൻ്റെ നിയ്യത്തൊക്കെ, അപ്പോൾ 4 ആയില്ലേ. ശേഷമുള്ളത് അതായത് പള്ളിയിൽ ഇവിടെ 2 വിഷയമുണ്ട്. ഒന്ന്, പള്ളിയിൽ നേരത്തെ വരലിൻ്റെ സുന്നത്തുണ്ട്, അപ്പോൾ പള്ളിയിൽ നിന്ന് മുമ്പുള്ളതൊക്കെ പള്ളിയിൽ നിന്നായി. ഇത് വരുന്ന ഇമാമിന് ഉള്ള വിഷയങ്ങളാണ് പിന്നീട് വരുന്നത്, മുമ്പുള്ളതും. പിന്നെ 2ാമത്തെ വിഷയം ശേഷമുള്ളത് വീട്ടിൽ നിസ്കരിക്കലാണ് സുന്നത്ത്. പക്ഷെ ഇവിടെ ഒരു കാര്യം സൂക്ഷിക്കണം, ശൈത്താൻ്റെ കളി സൂക്ഷിക്കണം. പള്ളിയിൽ നിസ്കരിക്കണില്ല, ഞാൻ വീട്ടിൽ പോയിട്ട് നിസ്കരിക്കാന്ന് പറയും, വീട്ടിലും നിസ്കാരം ഉണ്ടാവില്ല, പള്ളിയിലും നിസ്കാരം ഉണ്ടാവില്ല. പ്രത്യേകിച്ചിട്ട് ബാച്ചിലർ റൂമൊക്കെ ആണെങ്കിൽ അയാൾ പള്ളിയിൽ നിസ്കരിച്ച് പോവാ. ഞാൻ സുന്നത്തെടുക്കൽ, നിങ്ങൾ സുന്നത്തെടുത്തോളി, രാത്രിക്കലത്തെ സുന്നത്ത് വീട്ടിൽ നിസ്കരിച്ചോളി, റവാത്തിബൊക്കെ പള്ളിയിൽ നിസ്കരിക്കാം. കാരണം ഈ ഷെയ്ത്താൻ്റെ പണി എന്താണെന്നറിയോ, ഷെയ്ത്താൻ ഒരാളെ തെറ്റിലേക്ക് പോകിപ്പിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ സുന്നത്ത് കുറപ്പിക്കാൻ നോക്കും. എങ്ങനെയാണ് ആ സുന്നത്ത് കുറപ്പിക്കാൻ നോക്കാമെന്നറിയോ, പൂർണ്ണത വേണം എന്ന് വരുത്തും. അപ്പോൾ പൂർണ്ണത എന്താണ്, 2 റക്അത്തായി, അയാൾ
പതിവാക്കുന്ന 2 റക്അത്താണ്. പറയും 4 റക്അത്താണ് സുന്നത്ത് എന്ന് പറയും. ഇയാൾ 4 റക്അത്ത് 4 പിറ്റേ ദിവസം 4 ഇല്ല 2 ഉണ്ടാവില്ല. ഇയാൾ മാസത്തിൽ 3 ദിവസം നോമ്പ് പറ്റുന്ന ആളായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ യൗമുൽ ഇസ്നീനും എല്ലാ യൗമുൽ ഖമീസും നോമ്പ് വെക്കേണ്ടായിരുന്നു. ഞാനും നോമ്പ് വെക്കും. അയാൾ അത് നോമ്പ് വെക്കാന്ന് വെച്ചാൽ ആദ്യത്തെ ആഴ്ച ഈ ഭയങ്കര ചൂടാണ്, ഈ ആഴ്ച എടുക്കണില്ല, അടുത്ത ആഴ്ച ആ 3 ദിവസം ഉണ്ടായിരുന്ന അറ്റ്ലീസ്റ്റ് അത് പോയിട്ടാൽ അതെങ്കിലും ഉണ്ടായിരുന്നു. ശൈത്താൻ്റെ പണി എന്താണെന്നറിയോ? പെർഫെക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരാളെ തെറ്റിക്ക് വീഴ്ത്താൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അയാളെ ഇത് കൂട്ടും, എന്നിട്ട് അയാളെ കൊണ്ടുപോയിട്ട് ഹലാക്കിക്കിടും. അതിൻ്റെ ഭാഗമാണ് കുറേ തമാശക്ക് പറഞ്ഞില്ല, കുറേ ആൾക്കാർ സുന്നത്ത് പള്ളിയിൽ നിന്ന് നിസ്കരിച്ചേരുന്ന ആൾക്കാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസ് കേട്ടെന്ത് വീട്ടിൽ നിന്ന് നിസ്കരിക്കലാണ് സുന്നത്ത് എന്ന് കേട്ട് അയാൾ തമാശക്ക് പറഞ്ഞല്ല, എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇത് വീട്ടിൽ പോയിട്ട് നിസ്കരിക്കും. ആദ്യത്തെ ദിവസമൊക്കെ നിസ്കരിക്കും, 2ാമത്തെ ദിവസം എന്ത് ചെയ്യും, മൊബൈലെടുത്ത് കുറച്ച് നേരം ഇരിക്കും, എന്നാൽ കുറച്ച് നേരം നിസ്കരിക്കാം. പിന്നെ അതങ്ങനെ പോയി തീരെ ഇല്ലാണ്ടായ ആൾക്കാരുണ്ട്. അത് സൂക്ഷിക്കണം, ശൈത്താൻ്റെ വഴികളും അടുക്കണം. വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളെന്ത് ചെയ്യുക, ഒരു ദിവസം ഏതാണ് ദിവസം എന്നുള്ളത് നിശ്ചയിക്കുക. നമുക്ക് അമൽ പതിവാകാൻ വേണ്ടിയിട്ട് സുന്നത്തല്ല, ഒരു നിശ്ചയം വെക്കുക. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച ഒരു ദിവസം, ആ ദിവസം എൻ്റെ കണക്കെന്താ, ആ ദിവസത്തെ സുന്നത്തുകളൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് നിസ്കരിക്കുക. അങ്ങനെ പതിവായി വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് പിന്നെ 2 ദിവസമായിട്ട് കൂട്ടുക. അങ്ങനെ കുറച്ച് കൂട്ടിയിട്ട് നിങ്ങൾ പതിവാക്കാൻ പറ്റുമെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പതിവാക്കിക്കോളി. അതാണ് ഒരു മുഅ്മിൻ ചെയ്യേണ്ടത്. അല്ലാതെ എല്ലാവരും കൂടി കൊടുന്നിട്ട് അവിടെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നും ഇല്ലാണ്ടാവും. ഖാൽ അല്ലാഹ് ഫഇദാ ഫറഗ്ത മിനർ റക്അതൈനി 2 റക്അത്ത് നിസ്കരിച്ച് കഴിഞ്ഞ് ഫൻവിൽ ഇഅ്തികാഫ. ഗസാലി റഹിമഹുല്ലാഹ് പറഞ്ഞത് എന്താണ്, സുന്നത്ത് കഴിഞ്ഞിട്ട് ഇഅ്തികാഫിൻ്റെ നിയ്യത്ത്. അങ്ങനെയല്ല, ഇവിടെ ഓരോ അഭിപ്രായം അങ്ങനെയാണ്. ഇഅ്തികാഫിൻ്റെ നിയ്യത്ത് പള്ളിക്ക് പ്രവേശിക്കുമ്പോഴാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് മൻ ഇഅ്തകഫ ഫുവാഖ നാഖ കാന കമൻ അഅതഖ നസമ. അതായത് ഫുവാഖ നാഖ എന്ന് പറഞ്ഞാൽ അതായത് പാല് കറക്കുന്ന സമയം, അതായത് ഒരു ഒട്ടകത്തിൻ്റെ പാല് അത്ര സമയം വേണം പാല് കറക്കാൻ, കുറേ സമയം വേണം, ചെറിയ സമയം. അതായത് ഒരാൾ ചെറിയ സമയം പള്ളിക്കിരിക്കണമെങ്കിൽ കാന കമൻ അഅതഖ നസമ, അതായത് ഒരു അടിമനെ മോചിപ്പിച്ച പോലെ ഉണ്ടാവുന്നു. അപ്പോൾ ഒരാൾ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ ഇതിനൊപ്പം നിയ്യത്ത് വെക്കാൻ, ഇതിൻ്റെ നിയ്യത്ത് നവൈത്തുൽ ഇഅ്തികാഫ ലില്ലാഹി തആല. ഓർമ്മ വന്നില്ല, കയറിയതിൻ്റെ ഓർമ്മ വന്നു, നവൈത്തുൽ ഇഅ്തികാഫ ലില്ലാ. ഓർമ്മ വന്നില്ല, പള്ളിയിലാണ്, നിസ്കാരത്തിലാണ്, ഞാൻ ഇഅ്തികാഫ് കരുത്തി കാരണം എതിര് വരുന്നില്ലല്ലോ മനസ്സുകൊണ്ട്. അപ്പം നാവുകൊണ്ട് നവൈത്തുൽ ഇഅ്തികാഫ് എന്നല്ല, ഓർമ്മ വന്നാൽ മനസ്സിൽ ഞാൻ ഇഅ്തികാഫ് കരുതിയിരിക്കുന്നു മനസ്സിൽ കരുതിയാൽ മതി, വൈരുദ്ധ്യം വരുന്നില്ലല്ലോ. طيب وادع بما دعا به رسول الله صلى الله عليه وسلم بعد ركعتي الفجر وقل. അതായത് സുന്നത്ത്, ഫജ്റിൻ്റെ സുന്നത്ത് കഴിഞ്ഞിട്ട് ദുആ ചെയ്യാം. ഇവിടെ ഫജ്റിൻ്റെ സുന്നത്ത് കഴിഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ എന്നുള്ളത് ഗസാലി റഹിമഹുല്ലാഹ് പറഞ്ഞു. ഓരോരുത്ത് തെളിവുണ്ടാവും, ഞാൻ കണ്ടിട്ടില്ല, അല്ലാഹു അഅലം. അതായത് ഇവിടെ ചുരുക്കം പറഞ്ഞു നബിയുടെ ദുആ ആണിത്, സ്ഥിരപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ഇരുന്നിട്ടുണ്ട്, നിസ്കാരത്തിന് ശേഷമാണ് ദുആ ഇരുന്നതെന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അത് വെള്ളിയാഴ്ച രാവിലാണെന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട് ചില ഹദീസുകളിൽ, നിസ്കാരം കഴിഞ്ഞിട്ടാണെന്നുള്ളതുണ്ട്. ഗസാലി റഹിമഹുല്ലാഹ് പറഞ്ഞു അത് ഫജ്റിൻ്റെ സുന്നത്ത് കഴിഞ്ഞിട്ടാണ്, അങ്ങനെ കണ്ടിട്ടില്ല, അല്ലാഹു അഅലം. ഓരോരുത്തർ തെളിവുണ്ടാവും. ഇനി ഒരു കാര്യം പറഞ്ഞുതരാം. ഇനി അതിൽ ഹദീസ് വന്നിട്ടില്ല സുബ്ഹിൻ്റെ സുന്നത്ത് കഴിഞ്ഞിട്ടാണെന്നുള്ളത്, പക്ഷേ അവിടെ ഹദീസ് വന്നില്ലെങ്കിലും വേറൊരു വിഷയം നമ്മൾ മറക്കരുത്. ഫജ്റിൻ ബാങ്കിൻ്റെ ഇഖാമത്തിൻ്റെ ഇടയിൽ ദുആ, ജവാബുള്ള ദുആ ആണ്. മാത്രമല്ല 2 മലക്കുകൾ സാക്ഷി വെക്കുന്ന സമയമാണ്. അപ്പോൾ ദുആയിൽ കൂടുതൽ ആൻസറിൻ്റെ പോസിബിലിറ്റി ഉള്ളതാണ്.
അപ്പോൾ ഏറ്റവും ശരിക്കും പറഞ്ഞാൽ ദുആ ഏറ്റവും വെക്കേണ്ട സമയം ഏതാണ്? അത് തന്നെയാണ് ഈ സുന്നത്തിന് ശേഷം എന്താണ് പറയുക, സുബ്ഹി സുന്നത്തിന് ശേഷം. എന്താണ് പറയേണ്ടത്? ഇവിടെ ദുആ പറഞ്ഞു. ഇതിൻ്റെ മുമ്പ് ബാങ്ക് കൊടുത്ത് എന്താണ് സുന്നത്തിന് ശേഷം ഒരു സുന്നത്തുണ്ട്, ചെറുതായിട്ട് എന്താണ് വലത്തെ ഭാഗത്തോ അടുത്ത ഭാഗത്തോ ചെറുതായി ചായ, അതൊരു സുന്നത്താണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു, വലത്തെ ഭാഗത്തോ അടുത്ത ഭാഗത്തോ കിടക്കാം. ചില ഉലമാക്കൾ പറഞ്ഞ് അത് തീരെ പറ്റണില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഫർള് കഴിഞ്ഞിട്ടെങ്കിലും ഒരു ചെറുതായിട്ട് ഉറങ്ങലല്ല ചായ. അതിൽ എന്താ അള്ളാഹുമ്മ നബിയായ ദുആ ദിക്റുണ്ട്, നബവിയായ ദിക്ർ. ആ കടുത്തത്തിൽ അള്ളാഹുമ്മ റബ്ബ ജിബ്രീല വ മീകായില വ ഇസ്രാഫീല വ റബ്ബ മുഹമ്മദീൻ, അസ്രായീല എന്ന് വന്നിട്ടുണ്ട് ഹദീസിൽ, ഞാൻ അസ്രായീല കണ്ടിട്ടില്ല. റബ്ബ മുഹമ്മദീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഗ്ഫിർലി. മറ്റേൽ അജിർനി മിനന്നാർ, അള്ളാഹുമ്മ റബ്ബ ജിബ്രീല വ മീകായില വ ഇസ്രാഫീല വ റബ്ബ മുഹമ്മദീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഗ്ഫിർനി, മറ്റേൽ അജിർനി മിനന്നാർ. 3 വട്ടം. അത് സുന്നത്താണ്, ആ കടുത്തത്തിൽ പറയലാണ് സുന്നത്ത്. ഫജ്റിൻ്റെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്റിൻ്റെ സുന്നത്ത് ചെയ്തുകൊണ്ടാണ് ആ സുന്നത്ത് വന്നത്, അല്ലാതെ പൊതു സുന്നത്തല്ലത്. ഫജ്റിന് സ്പെഷ്യൽ. ചില മക്കൾ പറഞ്ഞ് അത് ചെയ്യാൻ പറ്റണില്ലെങ്കിൽ ഫർള് കഴിഞ്ഞിട്ടെങ്കിലും ചെയ്യണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായിട്ട് കൊണ്ട് നടന്നുകൊണ്ടാണത്, ഒരു വട്ടം ചെയ്തതെന്നല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാൽ, ഈ ദുആ ഇത് പഠിച്ചേക്ക, ഇത് എപ്പോഴൊക്കെ ദുആർക്കാൻ പറ്റും അപ്പോഴൊക്കെ ദുആർക്കാം. നിങ്ങൾ കേൾക്കാണ് വെള്ളിയച്ഛൻ്റെ ദുആ ജവാബുള്ള ദുആ, അപ്പോൾ ഈ ദുആ ചൊല്ലാം. കാരണം ഈ ദുആ ദുനിയാവിൻ്റെ ആഖിറത്തിൻ്റെ ഖൈർ അടങ്ങിയ ദുആ ആണ്. ഒരു ദിവസത്തെ ഒരു വട്ടങ്ങൾ ഇപ്പോൾ നമ്മളൊക്കെ അൽഹംദുലില്ലാഹ് പതിവാക്കിയിട്ട് കുറേ കാലമായിട്ട് പതിവ്. ഓരോ സുബ്ഹിക്കും ഇത് ഓതുമ്പോൾ കൽബിനൊരു റാഹത്താണ്. സുന്നത്ത് നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ഓതുമ്പോൾ ആദ്യം ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ആദ്യം നിങ്ങളില്ലേ ഓതുമ്പോൾ ആദ്യം തന്നെ ഇത് പറഞ്ഞുതരാം. ആദ്യത്തെ കാലങ്ങൾ, ആദ്യത്തെ ഒരു 2, 3, 4, ഒരു 6 മാസം എന്നറിയാം, ബാങ്ക് കൊടുത്ത് ഉടൻ തന്നെ സുന്നത്ത് നിസ്കരിച്ച് ഉടൻ തന്നെ തുടങ്ങിയാൽ ഇഖാമത്തിന് മുമ്പ് തീരും. ഇത് ആദ്യ കാലങ്ങൾ. പിന്നെ പതിവായി അങ്ങോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും, ഷോർട്ടാവും. അത് ആദ്യം തന്നെ പറഞ്ഞ് എന്തിനാ വിചാരിച്ചാൽ നിങ്ങളില്ല ഇത്രയും നീണ്ടതാണ് തീരില്ല റബ്ബേ എന്ന് അറിയണ്ട. ഇത് ആദ്യം തന്നെ പറയും. നിങ്ങളില്ല ആദ്യത്തെ കാലങ്ങളിൽ തുടങ്ങി ദിക്ർ ചൊല്ലാൻ തുടങ്ങുന്ന ആദ്യത്തെ കാലങ്ങൾ ഒരു 5 മാസം ചിലപ്പോൾ 3 മാസം 6 പതിവാക്കണ ഒരാൾ എന്ത് ചെയ്യും, ആദ്യമൊക്കെ എന്ത് ചെയ്യും, ഫർള് നിസ്കരിച്ച് സുന്നത്ത് നിസ്കരിച്ച് ഉടൻ തന്നെ തുടങ്ങി കഴിഞ്ഞാൽ ഈ ഖാമത്തിന് കുറച്ച് മുമ്പായിട്ട്, ഇവിടെയൊക്കെ ആണെങ്കിൽ 25 മിനിറ്റ് ആയതുകൊണ്ട് 20 മിനിറ്റിൻ്റെ ഉള്ളിൽ എന്താണ് 20 മിനിറ്റ് വേണ്ട, ഒരു 16 മിനിറ്റ് 17 മിനിറ്റാണ് വരുന്നത്. അതിൻ്റെ ഉള്ളിൽ ദിക്ർ തീർന്നുണ്ടാവും. മനസ്സിലായ? പിന്നീട് ഇങ്ങനെ വന്ന് എന്ത് ഒരു ഇപ്പോൾ എനിക്ക് കറക്റ്റ് ടൈം പറഞ്ഞാൽ 10-11 മിനിറ്റാണ് കറക്റ്റ്. അതായത് സുന്നത്ത് നിസ്കരിച്ച് ഇവിടെ ഇരുന്ന് ദിക്ർ ചൊല്ലി കഴിയുമ്പോൾ കഴിഞ്ഞ് നോക്കുമ്പോൾ ക്ലോക്കിൽ നോക്കുമ്പോൾ ഒരു 13 മിനിറ്റ് ആയിട്ടുണ്ടാവും. മനസ്സിലായ? അപ്പോൾ ഇതെന്തിനാ ആദ്യം തന്നെ അറിഞ്ഞു ഇത്രയും സമയം അതിന് ചിലവാവൂലേ എന്ന് അറിയുമ്പോൾ ഇതിൻ്റെ ജവാബ് ഈ ദിക്റിൻ്റെ അസമത്ത് അത്രയും വലിയ അസമത്താണ്. ഈ ദിക്ർ അർത്ഥവും ഞാൻ പറഞ്ഞുതരാം. ഈ ദിക്ർ ദുനിയാവിൻ്റെ ആഖിറത്തിൻ്റെ ഖൈർ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ഒരു ദിക്റാണ്. ഹക്ക് പറയും ഒരു മുഅ്മിൻ ഈ ദിക്ർ അയാൾ ഓതാണ്ടിരിക്കാൻ അയാൾ ജീവിതത്തിൽ ചെയ്യണ പാഴാക്കി കളിയണ ഒരു വിഷയമാണ്. അത്രയും വലിയ ദിക്ർ. ഈ ദിക്ർ കാണാണ്ട് പഠിക്കാൻ പറ്റുക, കാണാണ്ട് പഠിക്കുക പറ്റണ. നിങ്ങൾ ദുആയിൽ ദിക്ർ കൊണ്ടുവരാം. ഈ ദിക്റിൻ്റെ ഖൈർ എന്താ വെച്ചാൽ നബവിയായ ദിക്റാണ്. നിങ്ങളെപ്പോഴും മറക്കരുത്, നബവിയായ ദിക്റിനെക്കാട്ടി ഉയർന്ന ദിക്ർ ഉണ്ടാവില്ല. അത് എത്ര മുനാസബത്തായിട്ടുണ്ടാലും നബവിയായ ദിക്ർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദ്വാരുന്ന ദിക്റാണ്. അതൊക്കെ കൂടാതെ ഇതിലെല്ലാ എന്തൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയുമോ അതൊക്കെ ഇതിലുണ്ട്. എന്തൊക്കെ കാവലിനെ ചോദിക്കാൻ കഴിയും അതും ഇതിലുണ്ട്. മനസ്സിലായില്ല? അതായത് നിങ്ങളെ ഹൈർ മുഴുവനും നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ചോദിക്കേണ്ടത് പഠിപ്പിച്ചെന്ന് ഈ ഹദീസിൽ. അപ്പോൾ ഒരാൾ ഇത് ശരിക്കും പറഞ്ഞാൽ പാഴാക്കി കളിയത് ഭയങ്കര വിഡ്ഢിത്തരാണ്. ഇയാൾക്ക് സുബഹിൻ്റെ സുന്നത്ത് കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിസ്കാരം കഴിഞ്ഞിട്ട് അയാൾ കൈ ഉയർത്തി ദ്വാരക്കുമ്പോൾ
കൈ ഉയർത്തി ദ്വാരക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ റബ്ബിൻ്റെ നിയമത്തെ ഈ മൊബൈൽ നോക്കി ഞാൻ തമാശക്ക് പറഞ്ഞല്ലോ മൊബൈൽ ഇങ്ങനെ നോക്കിയിട്ട് വെച്ചിട്ട് ദ്വാരക്കണേൽ പ്രശ്നമുണ്ടാ? നമുക്ക് പറ്റണ പോലെ ദ്വാ ചെയ്യാം, നമുക്ക് വേണ്ട ദ്വാകൾ ചെയ്യാം. എന്നിട്ട് ഇത് നോക്കിയിട്ട് ഇതൊന്നും ദ്വാ ചെയ്തൂടെ? എന്താണ് അതിൽ പ്രശ്നം ഉണ്ടാ? ഒരു പ്രശ്നമില്ല. എന്നിട്ട് പറഞ്ഞു എന്താണ് ഈ ദുആ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക റഹ്മതൻ മിൻ ഇൻദിക തഹ്ദീ ബിഹാ ഖൽബി. റബ്ബേ, റബ്ബിൻ്റെ റഹ്മത്ത് ഞാൻ ചോദിക്കുന്നു. റബ്ബിൻ്റെ അടുക്കന്ന് വരുന്ന റഹ്മത്ത്, അതായത് റബ്ബേ റഹ്മത്ത് റബ്ബിൻ്റെ അടുക്കന്നേ വരുള്ളൂ. ഒരാൾക്കും എൻ്റെ അമൽ കൊണ്ട് എനിക്ക് റഹ്മത്ത് കിട്ടില്ല. എൻ്റെ അമൽ ഞാൻ ഇവിടെ കാണുന്നില്ല. റഹ്മത്തൊക്കെ അള്ളാഹിൻ്റെ അടുക്കന്ന് മാത്രമേ കിട്ടുള്ളൂ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റഹ്മതൻ മിൻ ഇൻദിക്, റബ്ബിൻ്റെ അടുക്കന്ന്, അതായത് റബ്ബേ ഉള്ളൂ എന്നുള്ള കാഴ്ചയിലാണ് ഞാൻ ആദ്യം തന്നെ നിൽക്കുന്നത്. തഹ്ദീ, ആ റഹ്മത്ത് കൊണ്ട് റബ്ബേ എൻ്റെ കൽബ് എന്ത് ചെയ്തരണേ? തഹ്ദീ ബിഹാ ഖൽബി, ആ റഹ്മത്ത് കൊണ്ട് എൻ്റെ കൽബിനെ നന്നാക്കണേ, വഴി കാട്ടിത്തരണേ, നന്നായ ആൾക്കാരെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണേ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന, അത് വരുന്നു. വതജ്മഉ ബിഹാ ശംലി, എൻ്റെ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടിത്തരണേ, അതായത് ഇങ്ങനെ ഒന്നും അല്ലാതെ എവിടോ അല്ലാതെ ആക്കല്ലേ റബ്ബേ. എൻ്റെ മനസ്സൊക്കെ ഇബാദത്ത് മാത്രം, കാര്യങ്ങളൊക്കെ നടത്താനുള്ള എല്ലാതും മനസ്സ് ഒരുമിപ്പിക്കണേന്ന്, അതായത് ഇങ്ങനെ സ്പ്രെഡാക്കി എടുത്തല്ലേ. അതും മുമ്പത്തെ അർത്ഥം തന്നെ, പക്ഷെ കൂടുതൽ ഉറപ്പിക്കലായി. റബ്ബേ എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒന്നും അല്ലാതാക്കല്ലേ റബ്ബേ, ഒരുമിച്ച് കൂട്ടിത്തരണേ, കാര്യങ്ങളൊക്കെ ഉറപ്പാക്കി തരണേ റബ്ബേ. ഇങ്ങനെ എവിടേക്കും അല്ലാണ്ട് ആക്കണ പരിപാടി ഉണ്ട്, അങ്ങനെ ആക്കല്ലേ റബ്ബേ. എൻ്റെ മനസ്സ് ഇപ്പം നിസ്കരിക്കുമ്പോൾ കൽബ് ഇങ്ങനെ എവിടേക്കും അങ്ങോട്ടേക്കൊക്കെ പോകണം, അല്ല ഇബാദത്തിൽ മാത്രം ഒരുമിച്ച് കൂട്ടിത്തരണേ. വതറുദ്ദു ബിഹാ ഉൽഫതി, എനിക്ക് പരിചയമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ കൊണ്ട് നടക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കൊണ്ട് നടന്നേരുന്ന കാര്യങ്ങൾ റബ്ബേ അതിലേക്ക് എന്നെ മടുക്കണേ റബ്ബേ. ഇപ്പം ദിക്ർ ഉദ്ദേശിച്ചു, ഇങ്ങനെ കൊണ്ട് നടന്ന് എനിക്ക് പരിചയമായി, പിന്നെ കുറേ കാലം വിട്ട്, അങ്ങനെയല്ല റബ്ബേ, എനിക്കതൊക്കെ മടക്കി തരണേ. ഞാൻ ഉദ്ദേശിക്കണേക്ക് എന്നെ എത്തിക്കണേ റബ്ബേ, അതായത് ഞാൻ ചെയ്യാൻ ഹയർ ഉദ്ദേശിച്ച ആ ഹയറിലേക്ക് എന്നെ നന്നാക്കണം. ഉൽഫത്തി, എനിക്ക് ഇൽഫുണ്ടായത്, ഞാനത് പരിചയിച്ച് വന്നത്. വതുസ്ലിഹു ബിഹാ ദീനി, എൻ്റെ ദീനിനെ എനിക്ക് അതായത് എൻ്റെ ആഖിബത്ത് നന്നാക്കുക. എൻ്റെ നീര് നന്നാവാന്ന് പറഞ്ഞാൽ എൻ്റെ ആഖിബത്ത് അമർ നന്നാവുക, എൻ്റെ എല്ലാ ഇബാദത്തും നന്നാവുക. വതഹ്ഫദു ബിഹാ ഗായിബി, അതിൽ രണ്ടർത്ഥം വെക്കുക. രണ്ടർത്ഥം ഇവിടെ വിക്രിൻ്റെ രണ്ടർത്ഥം വെക്കാന്ന് പറയുമ്പോൾ രണ്ടർത്ഥവും അതിൽ കടന്നു എന്നാണ്, അല്ലാണ്ട് രണ്ട് വേറെ അർത്ഥം ഇതല്ലെങ്കിൽ ഇത് എന്ന് അറിയണ്ട. രണ്ടും അതിൽ കടന്നു, ആർക്കുമ്പോൾ രണ്ടർത്ഥം രണ്ടും കടന്നതാണ്. റബ്ബേ എൻ്റെ കുടുംബത്തിൽ നിന്നോ എൻ്റെ അറിവിലോ മറങ്ങി പോയ ആൾക്കാർ റബ്ബേ, അതായത് യാത്ര പോയ ആൾക്കാർ, അവരെ കാവലാക്കണേ റബ്ബേ. അല്ലെങ്കിൽ എൻ്റെ സാധനങ്ങൾ കുറേ ദൂരത്തുള്ളത് അത് സംരക്ഷിക്കണേ റബ്ബേ. അത് ദുനിയാവിയായിട്ട്. ഗായിബി എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിലുള്ളത്, നഫ്സ് ദാത്ത് ഉള്ളിലുള്ളത്, അതായത് എൻ്റെ ഗായിബായ ബാത്തിനീനെ ആൾക്കാർ കാണാത്തത് മറിഞ്ഞു കിടക്കുന്നത് എന്നെ നന്നാക്കണം, അതായത് എൻ്റെ ഉള്ളിൽ നന്നാക്കണേ. അതിനെ അള്ളാഹുവെ സംരക്ഷിക്കണേ, സൂക്ഷിക്കണേ. വതർഫഉ ബിഹാ ഷാഹിദി, റബ്ബിൻ്റെ റഹ്മത്ത് കൊണ്ട് ഉയർത്തണേ, നന്നാക്കണേ, ഖൈറിലേക്ക് എത്തിക്കണേ. ഷാഹിദി എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം വെക്കാം. ഞങ്ങളെ കുടുംബത്തിൽ നിന്നോ എൻ്റെ പണമോ എൻ്റെ കൺമുമ്പിലുള്ളതോ, അതുപോലെ തന്നെ എൻ്റെ പുറം, എൻ്റെ അകം നന്നാക്കണേ, പുറം നന്നാക്കണേ എന്നറിയണ പോലെ. വതുസക്കി ബിഹാ അമലി, റഹ്മത്ത് കൊണ്ട് റബ്ബേ, അള്ളാഹുൻ്റെ അടുക്കലുള്ള റഹ്മത്ത് കൊണ്ട് റബ്ബേ എൻ്റെ അമലിനെ തസ്കിയത്ത് ചെയ്യണേ, നന്നാക്കണേ, ശുദ്ധീകരിക്കണേ. വതുബയ്യിദു ബിഹാ വജ്ഹി, ആ റഹ്മത്ത് കൊണ്ട് നാളെ ഖിയാമുന്നാൾ എൻ്റെ മുഖം പ്രകാശിപ്പിക്കണേ റബ്ബേ. യൗമ തബിയദു വജൂഹുൻ വതസ്വദ്ദു വജൂഹ്. വതുലഖീനി ബിഹാ റുഷ്ദി, അതുകൊണ്ട് റബ്ബേ റബ്ബിൻ്റെ റഹ്മത്ത് കൊണ്ട് എനിക്ക് എൻ്റെ റുഷ്ദ് തരണേ, അതായത് എൻ്റെ ഹാല് നന്നാക്കണേ, എന്നെ നന്നാക്കണേ. റുഷ്ദ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ആ കാര്യത്തിലേക്ക് തന്നെ ഇടാം, വേറെ കാര്യത്തേക്ക് ഇടാണ്ടിരിക്കും. ഇപ്പോൾ പൈസ ഒരാൾ എന്ത് ചെയ്യുന്നത്, കുറേ എന്തൊക്കെ മേടിക്കാൻ ഉപയോഗിക്കുക, അത് റുഷ്ദില്ലായ്മയാണ്. റുഷ്ദ് എന്ന് പറഞ്ഞാൽ ഇടേണ്ട സ്ഥലത്ത് സാധനം ഇടാം,
പക്വത എന്നല്ല, പക്വത ഒക്കെ ഉണ്ടാവും ചില ആൾക്കാർ. ഇപ്പോൾ എന്താ പറയുക, കട പോയി ഇങ്ങനെ പക്വത ഒക്കെ ഉണ്ടാവും. കട പോയി ഇങ്ങനെ ഉണ്ടാവും, അയാൾ കുറേ സാധനങ്ങൾ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടാവും. മൊബൈലിൻ്റെ 5-6 കവർ മേടിച്ചിട്ടുണ്ടാവും. മൊബൈലിന് ഒരു കവറല്ലേ വേണ്ടുള്ളൂ. റുഷ്ദില്ലായ്മയാണത്. മാറ്റി മാറ്റി ഇടണമെങ്കിൽ അയാൾ വലിയ എന്തൊക്കെയാണെങ്കിൽ മാക്കൂലെന്നറിയാം. അല്ലെങ്കിൽ റുഷ്ദില്ലായ്മൻ്റെ ഭാഗം കുറേ, അതായത് അയാൾക്ക് തന്നെ അറിയില്ല ഇയാൾ എന്തിനാണ് ഇതൊക്കെ ഇതാക്കുന്നത്. ഇതൊരു സാധനം ഇടേണ്ട സ്ഥലത്ത് ശരിക്കൂടാ. وتعصمني بها من كل سوء. അല്ലാഹുവിൻ്റെ മഹ്ളായ റഹ്മത്ത് കൊണ്ട് റബ്ബേ എല്ലാ സൂഇനും, എല്ലാ ഷർറിനും, എല്ലാ കുറ്റങ്ങളിൽ നിന്നും, ദുനിയാവാവട്ടെ ആഖിറത്താവട്ടെ, എല്ലാ മോശം വരുന്ന കാര്യങ്ങളിൽ നിന്നും റബ്ബേ ഞാൻ കാവലിനെ തേടുന്നു, ഇസ്മത്തിനെ ചോദിക്കുന്നു. റബ്ബെ സംരക്ഷിക്കണേ. അതിൽ വീത്തല്ലേ റബ്ബെ. ദുആ കഴിഞ്ഞാ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. അല്ലാഹുമ്മ ഇന്നി അപ്പോൾ ആദ്യം ഒരു ദുആ, രണ്ടാമത്തെ ദുആ. ഇതൊക്കെ ഒരു ഹദീസാണ് ട്ടാ. ഇതൊക്കെ ഒരു ഹദീസ് എന്ന് പറഞ്ഞാൽ ഒരു സഹാബി മാത്രം റിപ്പോർട്ട്, വേറെ വന്ന് കുറേ വഴി കൂടി വന്നിട്ടുള്ള ഒരു ഹദീസാണ്. اللهم إني أسألك إيمانا دائما يباشر قلبي ربي. ഞാൻ ആദ്യം അള്ളാഹുവിൻ്റെ റഹ്മത്ത് ചോദിച്ചു, കാരുണ്യം കൊണ്ട് ഇതൊക്കെ ചെയ്തു തരണേന്ന് പറഞ്ഞു. രണ്ടാമത് ചോദിക്കുകയാണ്, റബ്ബേ ഞാൻ റബ്ബിനോട് ചോദിക്കുന്നു പൂർണ്ണമായ നിലനിൽക്കുന്ന ഒരിക്കലും ഒഴിവാവാത്ത ഈമാനിനെ, അതായത് ഈമാന് മുറിക്കല്ലേ റബ്ബെ, ഈമാനിയിൽ എന്നെ ജീവിപ്പിക്കണേ റബ്ബെ. യുബാഷിറു കൽബി, യുബാഷിറു എന്ന കലര, കൽബിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കലര, അങ്ങനത്തെ ഈമാനിനെ, പൂർണ്ണമായ ദായിമായ ഈമാനിനെ യാ റബ്ബെ റബ്ബിനോട് ചോദിക്കുന്നു. വഅസ്അലുക യഖീനൻ സാദിഖാ. എന്താ അതിൻ്റെ അർത്ഥം? സത്യമായ ഉറപ്പ്. അതായത് ഒരിക്കലും ഒരാളെ മുന്നിൽ, ആൾക്കാരെ മുന്നിൽ മാത്രമല്ല. ഇപ്പം ചില ആൾക്കാർ ചോദ്യമൊക്കെ നമ്മൾ ചോദിക്കും, അയാൾ ഉത്തരം പറയും, പക്ഷെ അയാളെ മനസ്സിൽ ഉത്തരം അതങ്ങനെ തന്നെയെന്നുള്ള ഉറപ്പില്ല. അങ്ങനത്തെ ആൾക്കാർ ഭയങ്കര, അയാൾ സ്വയത്തി ഡേഞ്ചറാണ്. ഒരു ദിവസം അയാൾ തന്നെ ഒരു സ്റ്റെക്ക്, എന്താണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു വിട്ടുന്നത്, ചിലവർ കാണാണ്ട് പഠിച്ചിച്ച ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് പറ്റില്ല. പൂർണ്ണമായ ഈമാൻ, ഉറപ്പിച്ച ഈമാൻ, യഖീനൻ സാദിഖ. ഹത്ത ഏതുവരെ? ഹത്ത അഅലമ അന്നഹു ലൻ യുസീബനി. ഹത്ത എങ്ങനത്തെ ഈമാൻ റബ്ബേ? ഉറച്ച ഈമാൻ. അന്നഹു ലൻ യുസീബനി ഇല്ലാ മാ കതബ്തഹു അലൈ. റബ്ബ് എഴുതിയത് മാത്രമേ നടക്കൂ. റബ്ബ് എഴുതിയതല്ലാതെ ഒന്നും നടക്കൂല. ഒരാളൊരു സംഭവം ചെയ്യണം എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, വലൗ ഇജ്തമഉ അലാ അൻ യദുറൂക ബിശൈഇ ലൻ യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബല്ലാഹ്. അത് ആ ഉറപ്പ് റബ്ബിനോട് തേടാണ്. ഈ ദുആ എത്ര വലിയ ദുആ ആണ് അങ്ങനെയാണെങ്കിൽ. ഈ ഒരു ഭാഗം തന്നെ വലിയ ഈമാനിൻ്റെ ദുആ ആണ്. അതായത് റബ്ബേ എൻ്റെ ഈമാനെ നന്നാക്കണേ, എൻ്റെ കൽബ് ഇന്നെ നന്നാക്കണേ. ഇതിനെക്കാട്ടി ഞാൻ ഹക്ക് പറയണം. ഈ ഒരു ദുആ ഒരാൾ ദ്വാരക്കണില്ല, അയാൾ ഭയങ്കര നഷ്ടപ്പെടുത്തി അയാളുടെ ജീവിതം. അത്രയും വലിയ ഈമാനിയായ ദുആ ആണ്. وأسألك يقينا صادقا حتى أعلم أنه لن يصيبني إلا ما كتبته علي. أما قيا إلا ورضني بما قسمته لي. ربي نكي بديتش تند، ربي نكي باقيتش تند. نحن قسمنا بينهم معيشتهم في الحياة الدنيا. റബ്ബ് എനിക്ക് എനിക്ക് തന്ന ഭാഗത്തിൽ റബ്ബെ ആ ഭാഗം തൃപ്തിപ്പെടുത്തി തരണേ റബ്ബെ. എനിക്ക് കിസ്മത്ത് ചെയ്തു തന്നിട്ടുള്ളതിൽ എനിക്ക് കടമുണ്ട്, അതിൻ്റെ കിസ്മത്താണ് റബ്ബെ. അത് തൃപ്തിപ്പെടും. അതായത് റബ്ബ് തൃപ്തിപ്പെടുത്തി തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാതി പറയൂല. അത് വീട്ടാനുള്ള വഴികൾ റബ്ബെ കാണിച്ചു തരണേ, അത് ഹൈറാക്കി തരണേ. കടങ്ങളുണ്ട്, അതിൻ്റെ കിസ്മത്താണ്. അപ്പം ഞാൻ ആ കടങ്ങൾ എൻ്റെ വീട്ടാനുള്ള ശ്രമങ്ങൾ നടത്തൽ മാത്രമല്ല, റബ്ബെ ശാന്തമായ കൽബ് കൊണ്ട് അത് പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യാനുള്ള തൗഫീഖ് തരണേ. ഇതൊക്കെയാണ് അതിൽ വരുന്നത്. അപ്പോൾ എല്ലാതും അതിൽപ്പെട്ട് റബ്ബ് തന്ന കിസ്മത്ത് റബ്ബെ അതിലൊക്കെ തൃപ്തിപ്പെടുത്തി തരണേ റബ്ബെ. കാരണം ورفعنا بعضهم فوق بعض درجات ليتخذ بعضهم بعضا سخريا. റബ്ബ് ഉയർത്തി ഒരു ദർജത്തിൻ്റെ മേലെ ഒരു ദർജ എല്ലാവരും സമാസമല്ല.
അപ്പോൾ ഒരാൾ ചെറിയ ജോലിക്കാരനുണ്ടാവും. അപ്പോൾ റബ്ബ് അയാളെ നിർത്തിയ ആ കിസ്മത്ത് ഉണ്ടല്ലോ, ആ കിസ്മത്തിൽ റബ്ബെ എന്നെ നിർത്തണേ റബ്ബെ, നിർത്തി കഴിഞ്ഞ എനിക്ക് തൃപ്തിപ്പെടാനുള്ളത് തരണ റബ്ബെ, ബാക്കിയുള്ള ആൾക്കാരെ കയ്യിലുള്ളത് തേടാനും ആവശ്യപ്പെടാനുള്ള വഴി വരുത്തല്ലേ റബ്ബെ. എന്നിട്ട് പിന്നീട് ചോദിക്കും, അല്ലാഹുമ്മ അഅ്തിനി ഈമാനൻ സാദിഖാ, സത്യസന്ധമായ സത്യമായ ഈമാനിനെ, ശുദ്ധമായ പൂർണ്ണമായ ഖാലിസായ ഈമാനിനെ എനിക്ക് തരണേ. വയഖീനൻ, ഒരു ഉറപ്പ്. എങ്ങനത്തെ ഉറപ്പ്? ലൈസ ബഅദഹു കുഫ്ർ. കുഫ്ർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഫ്രിയിലേക്ക് വഴുന്നതും ആ ചിന്തവും ആ നോട്ടം എല്ലാം ആ ബാബ എന്നെ അടുക്കണേ. എങ്ങനത്തെ ഈമാൻ? ആ കൽബിയിൽ ശാന്തമായ ഈമാൻ, ഉറപ്പ്. അല്ലാ എന്ന് പറഞ്ഞാൽ അള്ളയാണ്, ഉറപ്പ് എന്ന് പറഞ്ഞാൽ ഉറപ്പാ, അതിൽ സംശയമില്ല. അതായത് അയാൾക്ക് അറിയാം റബ്ബേ എന്ന് പറഞ്ഞ റബ്ബ് ഉണ്ട്. വറഹ്മതൻ, ഒരു റഹ്മത്തും തരണേ. അനാലു ബിഹാ, ആ റഹ്മത്ത് കൊണ്ട് എനിക്ക് എന്താ കിട്ടാ? ശറഫ കറാമതിക്, അള്ളാഹുവിൻ്റെ ഉയർച്ച, അതായത് അള്ളാഹുവിൻ്റെ അടിമയായി എന്നുള്ള ഉയർച്ച. ഫിദ്ദുനിയാ വൽ ആഖിറ, റബ്ബേ ഒരു റഹ്മത്ത് കൊണ്ട് ഇന്നെ കവിച്ച് റബ്ബിൻ്റെ അടുത്ത് ഉയർന്ന സ്ഥാനമുള്ള കൂട്ടരിയിൽ ഞങ്ങളെ പെടുത്തണേ റബ്ബേ എന്നുള്ള ദുആ. ഇത് ചെറിയ ദുആങ്ങൾക്ക് തോന്നുന്നത് ഇപ്പോഴും ദുആ കഴിഞ്ഞിട്ടില്ല. നബവിയായ എത്ര നൂറ് നുബുവത്തുള്ള ദുആ, വല്ലാത്ത അജീബായി ഈമാൻ എന്ത് ചെയ്യുന്നതാണ്. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഒരാൾ പറയുകയാണ്, ഇതൊന്നും അർത്ഥം ആലോചിക്കാണ്ട് ചൊല്ലുകയാണ്, നിങ്ങൾക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. ഈ ദുആഇൻ്റെ വാക്കുകളിൽ തന്നെ ഒരു പ്രകാശമുണ്ട്. ഒരാൾ പറയുകയാണ്, ഇടയ്ക്കൊക്കെ ഓർക്കാൻ കഴിയുള്ളൂ, ഇടയ്ക്ക് ഓർക്കാൻ കഴിയില്ല. ആയിക്കോട്ടെ, പറ്റുന്ന നാവോണ്ട് ആ പ്രകാശം നമ്മളില്ലേ ശ്രദ്ധിക്കാണ്ട് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ, ഇപ്പോൾ ഒരാൾ പറയുകയാണ്, ഞാൻ പറട്ടാനൊന്നും ഉദ്ദേശിച്ചില്ല, അത്ര ഇങ്ങനെ എടുത്ത് വായി, അയാൾ പറട്ടിയുണ്ടെങ്കിലും അയാൾ മണം, അതിൻ്റെ മണം ഉണ്ടാവും. പക്ഷെ അയാൾ കുറച്ചുകൂടി സൂക്ഷിച്ച് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറട്ടിയാൽ എന്തായിരുന്നേനെ, അല്ലെങ്കിൽ ഒരു കുപ്പിൻ്റെ ഉള്ളിൽ എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ആയി. പക്ഷെ അയാളതൊന്നും ശ്രദ്ധിച്ചില്ല. അയാൾ ഇങ്ങനെ പോകുമ്പോൾ എന്താണ് അത്തറിൻ്റെ മുടക്കി ഇങ്ങനെ ഒരച്ചു പോയി, അത്തറിൻ്റെ മണം ഉണ്ടാവില്ല. വിക്റിൻ്റെ നൂറുങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാണ്ട് കൊണ്ട് ചെല്ലിയാൽ അത് പതിവാക്കി അള്ളാഹു എന്ത് ചെയ്യും? അതിങ്ങനെ ഒരിക്കലും വിക്ർ ഞാൻ കൽബിയിൽ വരുന്നില്ല എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല. ഒരു അവയവം അള്ളാഹുവിൻ്റെ തൗഫീഖ് തന്നെയാണ് ഇയാൾക്ക്. ഒരാൾ ഗഫ്ലത്തിൽ ഇരുന്നിട്ട് വിക്ർ ചെല്ലണ ആളും എന്താണ് ചെല്ലാത്ത ആളും തമ്മിൽ വലിയ വ്യത്യാസം. ചെല്ലുന്ന ആൾ അൽഹംദുലില്ലാ അത് റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ട് ചെല്ലുന്നതാണ്. ആ പ്രകാശം അയാൾക്കുണ്ടാവും. മനസ്സിലായ? എന്നിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക അസ്സബ്റ ഇൻദൽ ഖദാ, അല്ലാഹുവേ അല്ലാഹ് വിധിച്ച കാര്യങ്ങൾ അത് ക്ഷമയോടെ മുന്നിടാനുള്ള തൗഫീഖ് തരണേ റബ്ബേ. അതിൻ്റെ അർത്ഥം പരീക്ഷിക്കല്ലേ റബ്ബേ, പരീക്ഷണം ഇറക്കി കഴിഞ്ഞാൽ റബ്ബേ ക്ഷമിക്കാനും അല്ലാഹ് വിധിച്ച തൃപ്തിപ്പെടാനുള്ള തൗഫീഖ് റബ്ബേ തരണേ. നമ്മൾ ഉസ്താദ് ഖുബൈസ് റഹിമഹുല്ലാഹ് ഒരു വലിയ മഹാനാണ്. ഒരു അവസാന കാലത്ത് ക്യാൻസർ ഉണ്ടായിരുന്നു. അതും ഏത് ക്യാൻസറാണെന്നറിയും? ബ്ലഡ് ക്യാൻസർ. ബ്ലഡ് ക്യാൻസറിൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയിരിക്കും. ഭയങ്കര വേദന. ബാക്കിയുള്ള ക്യാൻസറും ഇതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒരു അവസാനത്തെ നിമിഷം വരെ, അതായത് നമുക്കറിയണ മരിക്കണതിൻ്റെ 2 ആഴ്ച വരെ ഒരു സാധാരണ ദർശിന് വരും. ഒരാളോടും ഒരു മനുഷ്യനോടും ഒരു പരാതി പറഞ്ഞിട്ടില്ല. നമ്മൾ കേട്ടിട്ടുമില്ല. ദർശെടുക്കും, പോകും. ആരോടാ പരാതി പറയുക? അതാണ് ക്ഷമ. സബ്റ ഇൻദൽ ഖദാ, അവിടെയാണ്. അതൊരു ഈമാനാണ്. എത്ര ആൾക്കുണ്ടാവും ഈമാൻ? അതും നമ്മൾ സാധാരണ ഇവിടെ പറയുന്ന സാധാരണ ഒരു ചെറിയ വിഷയമല്ല. ഡോക്ടർ പറഞ്ഞ് ഡേറ്റ് കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഡേറ്റിൽ നിന്ന് ഏകദേശം ഇത്രേ പോവുള്ളൂ, ശരീരം അത്ര കപ്പാസിറ്റി ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അവസാന നിമിഷം വരെ
ആരോടും ഒരു പരാതി പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഒരാൾക്കും കണ്ട ആൾക്ക് തിരിയില്ല. മൂപ്പര് മെലിഞ്ഞ് ഇങ്ങനെ ആയി വന്നിട്ടുണ്ട് അവസാന കാലത്ത്. പക്ഷേ ആൾക്കാർ അത് അങ്ങനെ എന്താണെന്നുള്ളത് അറിയില്ല. ചിലപ്പോൾ ഷുഗർ വന്നിട്ടാ അങ്ങനെ വന്നിട്ടാന്നാണ് ആൾക്കാർ വിചാരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ അസുഖമുള്ളത് ആർക്കും അറിയില്ല. ഓരെന്താണ് അതിനനുസരിച്ചിട്ടല്ല നിൽക്കുന്നത്. ഹിമ്മത്ത്, ഭയങ്കര ഹിമ്മത്തായിരുന്നു. اللهم إني أسألك الصبر عند القضاء والفوز عند اللقاء. റബ്ബിനെ കണ്ടുമുട്ടുന്ന സമയം, അതായത് മരിച്ച് മടങ്ങുമ്പോൾ റബ്ബേ വിജയിച്ച കൂട്ടരിൽ പെടുത്തണേ. വമനാസില ശുഹദാ, ശുഹദാക്കളെ സ്ഥാനം, മൻസിലത്ത്. فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين. അവരെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണേ റബ്ബേ. وعيش السعداء, അള്ളാഹു സഈദാക്കിയ ആൾക്കാർ. അള്ളാഹു സഈദും ഷഖിയുണ്ടല്ലോ. സഈദായ ആൾക്കാർ ആരാണ്? ദുനിയാവിൽ ഇബാദത്ത് ചെയ്ത് അള്ളാഹു തൃപ്തിപ്പെട്ട് അള്ള പറഞ്ഞ അനുസരിച്ച് ജീവിക്കുന്ന അവരെ ജീവിതം പോലെ ആക്കി തരണേ ഞങ്ങളെ ജീവിതം റബ്ബേ. വന്നസ്റ അലൽ അഅദാ, ശത്രുക്കളെ തൊട്ട് ശത്രുക്കളെ മേലിൽ വിജയം വേൽപ്പിച്ചു തരണേ. എല്ലാ ശത്രു എന്ന് പറയുന്നത്, ശത്രു എന്ന് പറയുമ്പോൾ നഫ്സ് ശത്രുവാണ്, ശൈത്താന് ശത്രുവാണ്, കുഫ്രിൻ്റെ ആൾക്കാർ ശത്രുവാണ്, കുഫ്ർ ഒരു ശത്രുവാണ്, ശരിയായ ശത്രുക്കൾ അതൊരു ശത്രുവാണ്. അതൊക്കെ കൂടാതെ കുറവ് വരുത്തുന്നതും ശത്രുവാണ്. കുറവ് വരുത്തുന്ന ശത്രു എന്ന് പറഞ്ഞാൽ വെറും ശത്രുത മാത്രമല്ല, കുറവ് വരുത്തേനും ശത്രു എന്ന് പറയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്ത് ബഅദുഹും ലിബഅദിൻ അദു, ബഅദുഹും ബഅദിൻ അദു. ആൾക്കാർ റബ്ബ് ഇറക്കിയപ്പോൾ തമ്മിൽ ശത്രു അല്ല. അത് ശരിക്കും പറഞ്ഞു കുറവ് വരുത്തുന്ന ആൾക്കാരെന്നുള്ള അർത്ഥം. അതുപോലെ തന്നെ അസ്വാജ്, ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന അദുവ്വുൻ ലക്കും, അംവാലുക്കും അസ്വാജുക്കും ഔലാദുക്കും അദുവ്വൻ ലക്കും ഫഹ്ദറുഹും. അദു എന്ന് പറഞ്ഞാൽ ഭാര്യമാർ മക്കളൊക്കെ ശത്രു അല്ല. അത് ശരിക്കും പറഞ്ഞാൽ കുറവ് വരുത്തിക്കുന്നവർ എന്നാണ്. അതായത് ഇബാദത്തിലും മറ്റതിലും കുറവ് വരുത്തിക്കുന്നത് അതാണ് കൂടുതലുള്ളത്. ചിലത് കല്യാണം കൊണ്ട് എന്ത് ചെയ്യും, സാലിഹായ ആൾക്കാരുണ്ട്, പക്ഷെ അത് കുറവാണ്. അപ്പോൾ ശത്രുത എന്ന് മാത്രമല്ല അവിടെ അർത്ഥം വരുന്നത്, കുറവ് ദീനിയിൽ കുറവ് വരുത്തിക്കുന്നത്. ഇപ്പം സുഹൃത്ത് ദീനി കുറവ് വരുത്തിക്കുക, ശത്രുവായിട്ടല്ല. അല്ലെങ്കിൽ ഭാര്യ, മക്കള്, അപ്പം അതിൽ നിന്നൊക്കെ റബ്ബേ അവരെ മേലൊക്കെ വിജയം വേർപ്പിച്ചറിഞ്ഞ റബ്ബേ. വമുറാഫഖത്തൽ അംബിയാ, അംബിയാക്കളെ മുറാഫഖത്ത് ആഖിറത്തിൽ വല്ലാത്ത ദുആ ആണെന്ന് പറഞ്ഞു. അല്ലാഹുമ്മ, ഇവിടെ അതുവരെ ഈമാന്, ഇനി റബ്ബ് വല്ലാത്ത താഴ്മയാണ്. അല്ലാഹുമ്മ ഇന്നി ഉൻസിലു ബിക ഹാജതി, എൻ്റെ കാര്യം റബ്ബിൻ്റെ മുന്നിൽ സമർപ്പിക്കുന്നു റബ്ബേ, വീട്ടിൽ തരണ റബ്ബേ. അതായത് ഇതാ ദ്വാരക്കുമ്പോൾ ഞാൻ ഹക്ക് പറയും, ഇവിടെ ദ്വാരക്കുമ്പോൾ മനസ്സ് ഇങ്ങനെ വരാം, ഇങ്ങനെയല്ല വരാം. ഉൻസിലു ബിക ഹാജതി, ഇതാ കാണിച്ചത് നിൻ്റെ ഹാജത്ത് റബ്ബേ. എനിക്ക് എന്ന് പറഞ്ഞാൽ എനിക്കത് ചെയ്യാൻ പറ്റില്ല. അതായത് എൻ്റെ ഹാജത്തിൽ എൻ്റെ ആലോചന, എൻ്റെ ചിന്ത, ഞാനത് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ എനിക്കൊന്നും നടത്താൻ കഴിയൂല. വഖസുറ അമലി, എൻ്റെ അമല് ഇല്ല, അമല് മുന്നോട്ട് വെക്കാനൊന്നുമില്ല. അപ്പോൾ റബ്ബേ ഞാൻ ചെയ്യാത്തതും അമലിന് കുറവ് വന്നതൊന്നും റബ്ബേ എന്ത് ചെയ്യാണ്, അതൊക്കെ അങ്ങനെ ആണെങ്കിലും കൂടി റബ്ബേ അതിൻ്റെ കാര്യങ്ങൾ സാധിപ്പിച്ചറിഞ്ഞ. അതായത് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞ ഈമാനും ദുനിയാവും ആഖിറത്തൊക്കെ തരണ റബ്ബേ. വഫ്തഖർതു ഇലാ റഹ്മതിക്, റബ്ബേ റബ്ബിൻ്റെ റഹ്മത്തിന് ഞാൻ ഫഖീറാണ് റബ്ബേ. എന്നിട്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ റബ്ബേ ഫഅസ്അലുക യാ ഖാദിയൽ ഉമൂർ,
അല്ലാഹുവേ കാര്യങ്ങൾ വിധിക്കുന്ന റബ്ബിനോട് ഞാൻ ചോദിക്കുന്നു റബ്ബേ. വയാ ഷാഫിയസ് സുദൂർ, മനസ്സ് നന്നാക്കുന്ന, ഷിഫ ചെയ്യുന്ന, എന്തിന് എല്ലാ അസുഖത്തിനും. അസുഖം എന്ന് പറഞ്ഞാൽ പുറമേയുള്ള അസുഖം, ഉള്ളിലുള്ള അസുഖം. ഉള്ളിലുള്ള അസുഖം എന്താണ്? ഹില്ല്, ഹിഖ്ദ്, ഹസദ്, റിയാ, സുംഅത്ത് ഇലാ ആഖിരി. അതിനൊക്കെ റബ്ബേ ഷിഫ ആക്കി തരണേ റബ്ബേ. കമാ തുജീറു ബൈനൽ ബുഹൂർ, കടൽ, ഉപ്പുകടലും സാദാ കടലും, അതായത് രണ്ടും കൂടി കലരാതെ അല്ല അങ്ങനെയാണ് രണ്ടും കൂടി ഒരുമിച്ച് നിർത്തുന്നത്. കലരില്ലല്ലോ. ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ. അങ്ങനെ ചെയ്യുന്ന റബ്ബേ ഞാൻ ചോദിക്കുന്നു, അൻ തുജീറനി മിൻ അദാബിസ് സഈർ, റബ്ബേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം, ഇന്നെ കലർത്തല്ല. അതായത് നരകം വേറെ, ഞാൻ വേറെ, അടുത്തന്നെ അടുപ്പിക്കല്ല റബ്ബേ. വമിൻ ദഅവതി സുബൂർ, ഖിയാമുന്നാള് എന്തിൽ വെച്ചിട്ട്, നരകത്തിൽ വെച്ചിട്ട് ആൾക്കാർ ഖാലൂ യാ, എന്താണ് പറയുക, വസിറു ഖൗലക്കും ഔ ജഹറു ബിന്നഹു അലീമുൻ ബിദാത്തി സുദൂർ ലാ യഅലമു മൽ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ വല്ലദീ ജഅല ലക്കും അർദ ദലുലൻ ഫംശൂ. അതിൻ്റെ മുമ്പ് എന്തായിരുന്നു? മറ്റായത്തി പറഞ്ഞ് സുബൂറൻ, ലാ തദ്ഉൽ യൗമ സുബൂറൻ വാഹിദ വദ്ഉ സുബൂറൻ കസീറ. സുബൂർ എന്ന് പറഞ്ഞാൽ ഹലാക്ക്. ഈ ഇതിൽ വന്നിട്ട് അവർ ഹലാക്ക്, നശിച്ച് എന്നറിയും. റബ്ബേ അങ്ങനെ പറയുന്ന കൂട്ടരിയിൽ പെടുത്തല്ലേ, നരകത്തിൻ്റെ ആൾക്കാരിൽ പെടുത്തല്ലേ. അവിടെ നശിച്ചാൽ അട്ടാസിച്ച് എന്തൊരു നാശം നിറഞ്ഞ്, അതായത് അയാളെന്നെ ഉരുകി. ഇപ്പോൾ നമ്മളൊക്കെ ചില ആൾക്കാർ ഭയങ്കര അവസ്ഥ, ഞാൻ ചിലപ്പോൾ അതുകൊണ്ട് തന്നെ പറയും, ഞാൻ എന്താണ് ചെയ്തത്, എന്ത് ചെയ്തു കുട്ടി, അങ്ങനത്തെ വിളിന്ന് അതിൽ നിന്നൊക്കെ റബ്ബെ എന്നെ രക്ഷിച്ച് തരണേ. വമിൻ ഫിത്നത്തിൽ ഖുബൂർ, ഖബറിൻ്റെ ഫിത്നത്തിൽ നിന്നെ രക്ഷിക്കണേ റബ്ബേ. അതായത് നാളെ നശിച്ച് എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന കൂട്ടരിയിൽ ഞങ്ങളെ പെടുത്തല്ലേ റബ്ബേ. ഖബറിൻ്റെ ഫിത്നത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ. എന്നിട്ട് പറഞ്ഞ് അല്ലാഹുമ്മ വമാ ഖസുറ അൻഹു റഈ, അല്ലാഹുവേ എൻ്റെ അഖ്ല് എനിക്ക് ആലോചിച്ചെത്തിക്കാൻ പറ്റാ. അഖ്ല് എവിടെ നിന്നു? എനിക്ക് ഒരു പരിധി ഉണ്ടല്ലോ ബുദ്ധി ആലോചിക്കണേല്. വദഉഫ അൻഹു അമലി, അല്ലാഹുവേ എൻ്റെ അമൽ ചെയ്യണേൽ കുറവ് വന്നത്. വലം തബ്ലൂൻ, അതായത് എൻ്റെ ബുദ്ധി അങ്ങോട്ട് പോയില്ല. അള്ളാഹുവിനെ ഓർക്കണേലും ഇതിലും അമലാണെങ്കിലും പൂർണ്ണമല്ല. വലം തബ്ലൂ, എൻ്റെ നിയ്യത്തും എത്തിച്ചിട്ടില്ല. അപ്പോൾ ബുദ്ധി ആലോചിച്ചിട്ടുമില്ല, അമൽ ചെയ്തിട്ടുമില്ല, നിയ്യത്തോണ്ടെങ്കിലും അതും എത്തിയിട്ടില്ല. ഔ ഉംനിയതി മിൻ ഖൈരിൻ വഅദ്തഹു അഹദൻ മിൻ ഇബാദിക് ഔ ഖൈരിൻ അൻത, അതായത് എന്താണ് അള്ളാഹു വാഗ്ദാനം ചെയ്ത ഒരു ഖൈറുണ്ടല്ലോ, അതിലേക്ക് എത്തിയിട്ടില്ല. അതായത് അള്ളാഹു ഖൈറിൻ്റെ മാർഗങ്ങളൊക്കെ തേടിയിട്ടില്ല റബ്ബേ, അതിലൊക്കെ കുറവ് വരുത്തിയിട്ടുണ്ട്. ഔ ഖൈരിൻ അൻത മുഅ്തീഹി അഹദൻ മിൻ ഖൽഖിക്, അവിടെ പറയുന്നു അള്ളാഹുവെ അടിമകൾക്ക് കൊടുത്ത ഖൈർ, അതിനെക്കുറിച്ച് ആലോചിച്ചു, അതിലൊന്നും ഞാൻ എത്തിയിട്ടില്ല. ആലോചനയിലും അതിൻ്റെ ശുക്രിയിലും അതിലൊന്നും എത്തിയിട്ടില്ല. എന്ത്? ഫഇന്നി അർഗബു ഇലൈക ഫീ, ഞാൻ റബ്ബിലേക്ക് തേടുന്നു, ഞാൻ എൻ്റെ മുഖം റബ്ബിലേക്ക്, അതായത് എൻ്റെ മനസ്സൊക്കെ റബ്ബിലേക്ക് സമർപ്പിക്കുന്നു, മുന്നോട്ട് നിൽക്കുന്നു. ഇലൈക ഫീഹി, അത് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് കുറവ് വന്നാലും റബ്ബിൻ്റെ റഹ്മത്ത് തരണേ, റബ്ബിൻ്റെ നിഅമത്ത് തരണേ, ഞാൻ എൻ്റെ മുഖം റബ്ബിൻ്റെ അടുക്കൽ വന്ന് തേടുന്നു. വഅസ്അൽകഹു യാ റബ്ബൽ ആലമീൻ, അതെന്നെ ഞാൻ ചോദിക്കുന്നു, അതിൻ്റെ ഉപരിയും ചോദിക്കുന്നു, റബ്ബേ എല്ലാ ഖൈറും എനിക്ക് തരണേന്ന്. എന്നിട്ട് പറഞ്ഞു, കഴിഞ്ഞ ദുആ കഴിഞ്ഞില്ല. അല്ലാഹുമ്മ ജഅൽനാ ഹാദീന മുഹ്തദീൻ, റബ്ബേ ആൾക്കാരെ ഹിദായത്തിൽക്കാക്കുന്ന കൂട്ടരിയിൽ ഞങ്ങളെ പെടുത്തണേ. മുഹ്തദീൻ, സ്വയം ഹിദായത്തിലുള്ള കൂട്ടരിയിൽ പെടുത്തണേ റബ്ബേ. ഗൈറ ളാല്ലീന വലാ മുദില്ലീൻ, സ്വയം പഴിച്ചവനും മറ്റൊരാളെ പിഴവപ്പിക്കുന്നവനും അങ്ങനത്തെ കൂട്ടത്തിൽ പെടുത്തൽ. ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈമാൻ ഉറപ്പിക്കാൻ. ഹർബൽ യഅദാക്, റബ്ബേ റബ്ബിൻ്റെ ശത്രുക്കൾ, അതായത് കുറവ് വരുത്തിക്കുന്നത് എന്താവട്ടെ
അവരോട് ഞാൻ പോരാടാൻ ഞാൻ തീരുമാനിച്ചു റബ്ബെ, ഇന്ന് അങ്ങനെ ആക്കിത്തരണേ റബ്ബെ. വസിൽമല്ലി ഔലിയായിക്ക്, അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ എന്താണ് ഒപ്പം, അതായത് അള്ളാഹു തൃപ്തിപ്പെട്ടവരൊപ്പം നല്ല രീതിക്ക് നടത്തണേ. നുഹിബ്ബു ബിഹുബ്ബിക അന്നാസ്, റബ്ബ് തൃപ്തിപ്പെട്ട റബ്ബ് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്നു, അങ്ങനത്തെ കൂട്ടരിൽ പെടുത്തണേ. വനുആദി ബിഅദാവതിക മൻ ഖാലഫക മിൻ ഖൽഖിക്, അള്ളാഹു ഇഷ്ടപ്പെടാത്തവരെ ഞാനും ഇഷ്ടപ്പെടുന്നില്ല, തൃപ്തിപ്പെടാത്തവരെ ഞാനും തൃപ്തിപ്പെടുന്നില്ല, അങ്ങനെ ഇന്നെ പെടുത്തണേ റബ്ബെ. എന്നിട്ട് അവസാനത്തി എന്നിട്ട് പറഞ്ഞു അല്ലാഹുമ്മ ഹാദ ദുആ, ഇതാണ് എനിക്ക് ചോദിക്കാൻ പറ്റിയത് റബ്ബേ, ഇതാണ് എൻ്റെ ദുആ, ചോദിക്കാൻ പറ്റി ഇത്ര, ഈ പാപി ഇതാണ് ചോദിക്കുന്ന റബ്ബേ. വഅലൈക്കൽ ഇജാബ, റബ്ബിനെ ഉത്തരം നൽകാൻ കഴിയുള്ളൂ, എനിക്ക് ചോദിക്കാനേ കഴിയുള്ളൂ, റബ്ബല്ലേ തരുന്ന റബ്ബേ. വഹാദൽ ജുഹദ്, പറ്റണ പോലെ ഞാൻ ചോദിച്ചിട്ടുണ്ട് റബ്ബേ. അപ്പം പറ്റണ പോലത്തെ ചോദ്യമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലൈക തുക്ലാൻ, റബ്ബിൽ മാത്രം സമർപ്പണം, എല്ലാ ഇഅ്തിമാദും റബ്ബാണ്. ഞാൻ റബ്ബിക്ക് ചാങ്ങി പറ്റണ പോലെ ചോദിച്ച് തരണ റബ്ബേ. വഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, ഒടുക്കൊക്കെ അള്ളാഹുവിൽക്കാ. നമ്മൾ എല്ലാ അവസ്ഥയിലും എല്ലാത്തിനും, ജീവിതം മരണം മാത്രമല്ല എല്ലാത്തിലും അള്ളാഹുവിൽക്ക മടക്കം. വഅന്ന ഇലാ റബ്ബിക റുജ്അ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം. റബ്ബേ, ഈ ചോദ്യം അടക്കം റബ്ബിൻ്റെ തൗഫീഖാന്ന് അറിയണ പോലെ ഉണ്ടായി. റബ്ബേ, ഇതെന്നെ ഉയർത്തിയ റബ്ബിൻ്റെ തൗഫീഖ, ഇതെന്നെ തന്ന റബ്ബാണ്. എന്നിട്ടും ഞാൻ ചോദിക്കുന്നു റബ്ബേ, എനിക്കിത്ര അത്രയും ചെയ്യാൻ പറ്റണില്ല റബ്ബെ, ഇത്ര തന്നിട്ടും ഇത്ര ചെയ്യാൻ പറ്റില്ല, എന്നാലും തരണേ റബ്ബേ. എന്നിട്ട് പറഞ്ഞു, നീ അള്ളാഹുവിനെ എന്ത് ചെയ്യണം, പുകഴ്ത്തണം. അല്ലാഹുമ്മ യാ ദൽ ഹബ്ലി ശദീദ്, അതായത് നേരുവഴിൻ്റെ റബ്ബ്, നേരിലുള്ള ദീനിൻ്റെ റബ്ബ്, ഖുർആനിൻ്റെ റബ്ബ്, ഉറപ്പായ കയറുണ്ടല്ലോ, ഉർവത്തുൽ വുസ്ഖ, നേരായ അത് മുറുകെ പിടിക്കുക, ആ കയറുണ്ടല്ലോ, അതിൻ്റെ റബ്ബ്. വൽ അംരി റഷീദ്, സത്യസന്ധതൻ്റെയും സത്യത്തിൻ്റെതും ശരിയായ വഴിയുടെ പാതൻ്റെ റബ്ബ്. അങ്ങനത്തെ റബ്ബിനോട് അസ്അലുക്കൽ അംൻ യൗമൽ വഈദ്, റബ്ബേ സംരക്ഷണം, സേഫ്റ്റി, അംന യൗമൽ വഈദ്, ഖിയാമത്ത് നാൾ എനിക്ക് അംന ഉണ്ടാവണേ റബ്ബേ. അംന എന്ന് പറഞ്ഞാൽ വൽ ജന്നത യൗമൽ ഖുലൂദ്, ഖിയാമത്ത് നാൾ സ്വർഗ്ഗം തരണേ റബ്ബേ. മഅൽ മുഖറബീന ശുഹൂദ്, റബ്ബിനെ നോക്കി നിൽക്കുന്ന മുഖറബീങ്ങളുണ്ടല്ലോ, സാലിഹീങ്ങൾ, ഔലിയാക്കളൊക്കെ, അവരെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണം. വറുക്കഇ സുജൂദ്, റുക്കഇ സുജൂദ് കൊണ്ട് എന്താ ഉദ്ദേശം, നിസ്കാരം വർദ്ധിപ്പിക്കുന്ന കൂട്ടരിൽ ഞങ്ങളെ പെടുത്തണേ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫഇന്നീ ബികസ്റത്തി സുജൂദ്, നബിയുടെ ഒപ്പം നാളെ ഖിയാമത്ത് നാൾ എന്താണ് സ്വർഗ്ഗത്തിൽ വേണമെന്ന് അറിഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ നിസ്കാരം വർദ്ധിപ്പിക്കാൻ പറഞ്ഞു, ആ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണേ. അപ്പോൾ ശരിക്കും പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് മാത്രമല്ല, ദ്വാരന്നിട്ടുണ്ട്. അൽ മൂഫീന ബിൽ ഉഹൂദ്, വാഗ്ദാനം, അള്ളാഹുവിനോട് പറഞ്ഞ വാഗ്ദാനം ഉണ്ടല്ലോ. എന്താണ് വാഗ്ദാനം? അള്ളാഹുവിനെ വിശ്വസിക്കുന്നു, ശിർക്ക് ചെയ്യൂല, അള്ളാഹുവേ നേരെ വഴിക്ക് നടക്കും, തെറ്റ് ചെയ്യൂല, അള്ളാഹുവിൻ്റെ വാഗ്ദാനം ചെയ്യുന്ന ഫമിൻഹും മൻ ഖദാ നഹ്ബഹു വമിൻഹും, അത് ശരിയായ വഴിക്ക് വാഗ്ദാനമുണ്ട്. എന്താ വാഗ്ദാനം? അള്ളാഹു പറഞ്ഞത് ഞാൻ അനുസരിക്കാം, അള്ളാഹു നിരോധിച്ചത് ഞാൻ ഒഴിവാക്കാം. ഇന്നക റഹീമുൻ വദൂദ്, അള്ളാഹു റഹീമാണ്. റഹീം എന്ന് പറയുമ്പോൾ മുഅ്മിനീങ്ങൾക്ക് മാത്രം സ്പെഷ്യലായ ഒരു റഹ്മത്താണ്. അത് നിസ്കരിക്കാനും ദീനിനുള്ള തൗഫീഖിനൊക്കെ റഹ്മത്താണ്. ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് നിസ്കരിക്കാനുള്ളത് റഹ്മാനിൻ്റെ റഹീമിയത്ത, റഹീമിൻ്റെ റഹീമിയത്ത, റഹീമിൻ്റെ റഹീമിയത്ത. റഹീമുൻ വദൂദ്, വദൂദ് എന്ന് പറഞ്ഞാൽ റബ്ബിൻ്റെ ഒപ്പം, റബ്ബ് പറഞ്ഞതനുസരിച്ച് നിൽക്കണവനക്ക് റബ്ബ് എന്താണ്, കാരുണ്യം ചെയ്യും. കാരുണ്യം മാത്രമല്ല, ഇഷ്ടപ്പെടുന്നവൻ, അതാണ് അതിനർത്ഥം.
വഅൻത തഫ്അലു മാ തുരീദ്, റബ്ബ് വിധിച്ച നടത്തും. അതായത് ഇതൊക്കെ പറഞ്ഞു റബ്ബിനെ ഇനി എന്തും ചെയ്യാൻ പറ്റുള്ള, റബ്ബ് ചെയ്യാൻ പറ്റുക റബ്ബിനെ ആരും റബ്ബിൻ്റെ മേലെ എന്ത് ചെയ്യാൻ പറ്റില്ല, നിർബന്ധിക്കാൻ പറ്റില്ല. അപ്പം റബ്ബാണ് എന്തും ചെയ്യാൻ കഴിയുന്നവൻ എന്ന് പറഞ്ഞു. ഇനി റബ്ബിനെ പുകഴ്ത്തല. സുബ്ഹാന മൻ തഅത്തഫ ബിൽ ഇസ്സി വഖാല ബിഹി സുബ്ഹാന മൻ ലബിസൽ മജ്ദ വതകറമ ബിഹി സുബ്ഹാനല്ലദീ ലാ യൻബഗി തസ്ബീഹു ഇല്ലാ ലഹു سبحان ذي الفضل والنعم سبحان ذي القدرة والكرم سبحان الذي أحصى كل شيء بعلمه. എന്താണ് പറഞ്ഞത്? سبحان من تعطف بالعز وقال به. അതായത് ഇസ്സ് കൊണ്ട് റബ്ബ് എന്ത്, ഇസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തതും എല്ലാത്തിൻ്റെ മുകളിലും റബ്ബാണ്. അതായത് റബ്ബിനെ ആർക്കും ഒന്നും തടുക്കാനൊന്നും ചെയ്യാൻ കഴിയൂല. സുബ്ഹാനല്ലദീ ഞാൻ എന്താ പറഞ്ഞ മൻ അല്ലദീ നാം അല്ലദീ മൻ എന്ന് പറഞ്ഞാൽ അത് എല്ലാത്തിൻ്റെ മുകളിലും ശക്തതയോടെ എല്ലാത്തിൻ്റെ മുകളിലും പവറോടെ നിൽക്കുന്ന റബ്ബ്. വഖാലബി, അത് കാലബി എന്ന് പറഞ്ഞെന്നല്ല അതിനർത്ഥം, അതന്നെ റബ്ബ് എല്ലാത്തിൻ്റെ മുകളിലുമാണ്. ഇസ്സ് ഉണ്ടെന്ന് മാത്രമല്ല എല്ലാവരും മുകളിലും ഖഹാറും കൂടിയാണ്, ആ അർത്ഥം ഇത് വരുന്നത്. അപ്പോൾ റബ്ബ് എല്ലാത്തിനെക്കാട്ടിയും പവർ ഉള്ളതാണ്, എല്ലാ പവറുള്ളതിനെക്കാട്ടിയും പവർ ഉള്ളതാണ്. സുബ്ഹാന മൻ ലബിസൽ മജ്ദ വതകറമ ബിഹി. റബ്ബ് സുബ്ഹാനഹു വതആല മജ്ദ്, മജ്ദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരത, ജൂദ് മാത്രമല്ലല്ലോ. മജ്ദ് എന്ന് പറഞ്ഞ് ജൂദല്ല, മജ്ദ് എന്ന് പറഞ്ഞ അസമത്ത്, കിബ്രിയ, ഞാൻ വലിയാണ്, ഞാനാ റബ്ബ് എന്നുള്ള പറയുമ്പോൾ റബ്ബ് അതിൻ്റെ ഭയങ്കരത. വതകറമ ബിഹി, അള്ളാഹു എന്ത് ചെയ്ത് മുഅ്മിനീങ്ങൾക്ക് ഇസ്സ് കൊടുത്ത്. അതായത് റബ്ബിൻ്റെ അസമത്ത്, റബ്ബിനെ പുകഴ്ത്തണം, വാഴ്ത്തണം. റബ്ബ് ഭയങ്കരവനാണ്. സുബ്ഹാനല്ലദീ ലാ യൻബഗി തസ്ബീഹു ഇല്ലാ ലഹു. റബ്ബിനല്ലാതെ ഒരാൾക്കും അർഹതപ്പെട്ടിട്ടില്ല, ആർക്കും. ആരപ്പോൾ തസ്ബീഹ്? സുബ്ഹാന ആരാണ്? റബ്ബിനല്ലാതെ പിന്നെ ആരാ തസ്ബീഹ് ചെയ്യുക? റബ്ബിന് മാത്രമുള്ളതാ തസ്ബീഹ്. സുബ്ഹാന ദിൽ ഫദ്ലി വന്നിഅം, നിഅമത്തും ഫദ്ലിൻ്റെ, അതായത് കാരുണ്യത്തിൻ്റെ റബ്ബ്. സുബ്ഹാന ദിൽ ഖുദ്റതി വൽ കറം, കഴിവുള്ള റബ്ബ്, കൊടുക്കാൻ ചോദിക്കണതിന് മുമ്പ് തന്നെ കൊടുക്കാൻ കഴിവുള്ള റബ്ബ്. സുബ്ഹാനല്ലദീ അഹ്സാ കുല്ല ഷൈഇൻ ബിഇൽമി, അല്ലാഹു എല്ലാതും ചിട്ടപ്പെടുത്തി എണ്ണിപ്പെടുത്തി. അല്ലാഹുവിന് ഒന്നും ലാ യഖ്ഫാ അലൈഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ, അല്ലാഹുവിനൊന്നും അറിയുന്നില്ല. അപ്പോൾ വാഴ്ത്തലാണത്, അത് വാഴ്ത്തും ഖൽബ് ഇങ്ങനെ ആവും. സുബ്ഹാന ദിൽ ഫദ്ലി വൽ നിഅം. അപ്പോൾ എന്താ പറഞ്ഞത്? എന്നിട്ട് പറഞ്ഞു അവസാനം ദുആ. ഇത് വേറൊരു ദുആ ആണ്, ഇതും കൂടി ചേർത്ത് കൊടുക്കുക. ഇത്രയാണ് ദുആ ഉള്ളത്. ഇനി ഈ ദുആം കൂടി ചേർത്ത് കൊടുക്കുക. അല്ലാഹുമ്മ ജഅൽ ലീ നൂറൻ ഫീ ഖൽബി, ഖൽബിയിൽ പ്രകാശം തരണേ. ഖൽബി പ്രകാശം നന്നാവും. വനൂറൻ ഫീ ഖബ്രി, ഖബ്രിയിൽ പ്രകാശം തരണേ. വനൂറൻ ഫീ സമഇ, കേൾവിയിൽ പ്രകാശം തരണേ. പ്രകാശം തന്നാൽ കേൾവി നന്നാവും, തെറ്റിക്ക് പോവില്ല. വനൂറൻ ഫീ ബസരി വനൂറൻ ഫീ ശഅരി വനൂറൻ ഫീ ബശരി, തോല്. അപ്പം അങ്ങനെ നൂറ് വന്നു കഴിഞ്ഞാൽ നരകത്തിൽ കിടക്കില്ല. ഹറമല്ലാഹു ലഹ്മഹു വദമഹു അലന്നാർ എന്നറിഞ്ഞല്ലോ. വനൂറൻ ഫീ ലഹ്മി, ഇറച്ചിയിൽ. വനൂറൻ ഫീ ദമി വനൂറൻ ഫീ ഇദാമി, എല്ല്. വനൂറൻ മിൻ ബൈനി യദയ്യ, മുന്നിൽ. ونورا من خلفي ونورا عن يميني ونورا عن شمالي ونورا من فوقي ونورا من تحتي اللهم زدني نورا وأعطني نورا واجعل لي نورا برحمتك يا أرحم الراحمين وصلى الله على سيدنا محمد وآله وصحبه. അപ്പം എന്താ പറഞ്ഞത്? റബ്ബേ, ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ദുആ ശരിക്കും പറഞ്ഞാൽ അത് ഹദീസാണ്. പക്ഷേ ഇവിടെ പറയുന്ന ഹദീസല്ല, ഇതും കൂടി ഇതിലേക്ക് ചേർക്കേണ്ട ഒരു മുനാസബത്തുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ഒരു എന്താണ് ചേർത്തതാണ്. ഇത് വേറൊരു ഹദീസാണ്, ഇത് വേറൊരു ഹദീസാണ്. അപ്പോൾ ഈ ദുആ ചെയ്യണം. ഇവിടെ എന്താ പറഞ്ഞത്? സുമ്മ ലആതിയന്നഹും, ശൈത്താൻ പറഞ്ഞേ ദുനിയാവിൽ, സുമ്മ ലആതിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ അയ്മാനിഹിം വഅൻ ശമാഇലിഹിം വലാ തജിദു അക്സറഹും ഷാകിരീൻ.
ശൈത്താൻ പറഞ്ഞു, ഞാൻ അവൻ്റെ മുന്നിൽ കൂടിയും ബാക്കിൽ കൂടിയും വലത്തും എടുത്തും എല്ലാ ദിശയിൽ കൂടിയും ഞാൻ വരും, അവനാണ്ട് പഴിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അല്ലാഹുമ്മ ജഅൽ മിൻ ബൈനി യദയ്യ നൂറ മിൻ ഖൽഫി നൂറ അൻ യമീനി നൂറ അൻ ശിമാലി നൂറ മിൻ ഫൗഖി നൂറ മിൻ തഹ്തി നൂറ. അതായത് ശൈത്താൻ്റെ എല്ലാ ദിശയിൽ നിന്ന് വരുന്നത് അതൊക്കെ നൂറ് കൊണ്ടാണ് ഇത്. മാത്രമല്ല കൽബിയിൽ നൂറിട്ടരനെ, അപ്പോൾ വസ്വാസ് പോയി. ഖബറി നൂറിട്ടരനെ, ഫിത്തനത്തിന്ന് സംരക്ഷണം കിട്ടി. ഇറച്ചി, ചോര, തൊലി, എല്ല്, മുടി, അപ്പോൾ നരകം സ്പർശിക്കില്ല. വല്ലാത്ത ദുആ ആണ്. ചുരുക്കം പറഞ്ഞാൽ ദുആ ഓതവും ദുആർക്കും ചെയ്യാം. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم إني أسألك رحمة من عندك تهدي بها قلبي وتجمع بها شملي وتلم بها شعثي وترد بها ألفتي وتصلح بها ديني وتحفظ بها غائبي وترفع بها شاهدي وتزكي بها عملي وتبيض بها وجهي وتلقيني بها رشدي وتعصمني بها من كل سوء. اللهم إني أسألك إيمانا دائما يباشر قلبي وأسألك يقينا صادقا حتى أعلم أنه لن يصيبني إلا ما كتبته علي ورضني بما قسمته لي. اللهم أعطني إيمانا صادقا ويقينا ليس بعده كفر ورحمة أنال بها شرف كرامتك في الدنيا والآخرة. اللهم إني أسألك الصبر عند القضاء والفوز عند اللقاء ومنازل الشهداء وعيش السعداء والنصر على الأعداء ومرافقة الأنبياء. اللهم إني أنزل بك حاجتي وإن ضعف رأيي وقصر عملي وافتقرت إلى رحمتك، فأسألك يا قاضي الأمور ويا شافي الصدور كما تجير بين البحور أن تجيرني من عذاب السعير ومن دعوة الثبور ومن فتنة القبور. اللهم وما قصر عنه رأيي وضعف عنه عملي ولم تبلغ نيتي أو أمنيتي من خير وعدته أحدا من عبادك أو خير أنت معطيه أحدا من خلقك فإني أرغب إليك فيه وأسألكه يا رب العالمين. اللهم اجعلنا هادين مهتدين غير ضالين ولا مضلين، حربا لأعدائك وسلما لأوليائك، نحب بحبك الناس ونعادي بعداوتك من خالفك من خلقك. اللهم هذا الدعاء وعليك الإجابة وهذا الجهد وعليك التكلان، وإنا لله وإنا إليه راجعون، ولا حول ولا قوة إلا بالله العلي العظيم. اللهم يا ذا الحبل الشديد والأمر الرشيد، أسألك الأمن يوم الوعيد والجنة يوم الخلود مع المقربين الشهود والركع السجود الموفين بالعهود، إنك رحيم ودود وأنت تفعل ما تريد. سبحان الذي تعطف بالعز وقال به، سبحان الذي لبس المجد وتكرم به، سبحان الذي لا ينبغي التسبيح إلا له، سبحان ذي الفضل والنعم، سبحان ذي القدرة والكرم، سبحان الذي أحصى كل شيء بعلمه. اللهم اجعل لي نورا في قلبي ونورا في قبري ونورا في سمعي ونورا في بصري ونورا في شعري ونورا
ونورا في بشري ونورا في لحمي ونورا في دمي ونورا في عظامي ونورا من بين يدي ونورا من خلفي ونورا عن يميني ونورا عن شمالي ونورا من فوقي ونورا من تحتي. اللهم زدني نورا وأعطني نورا واجعل لي نورا برحمتك يا أرحم الراحمين. وصلى الله على سيدنا محمد وآله وصحبه وسلم والحمد لله رب العالمين. سبحانك اللهم ربنا وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب